ബാക്കിൽ നിൽക്കാൻ ഒന്നുകൂടി സ്ഥലം കിട്ടും. അവിടെ വരുന്നവർക്ക് തടസ്സം ഉണ്ടാവാനില്ല. ആ ലെഫ്റ്റ് ഭാഗത്ത് പോലെ സെന്ററിൽ കഴിഞ്ഞ് മാറാൻ നോക്കാം. അതേ ലൈനെല്ലാം ട്രെയിനിൽ പോയി അതേ വഴിക്ക് മാറി പോവാ. സാറില്ല 10 മിനിറ്റ് ലൈന് നടക്കേണ്ടോ ബാഗ് വഴിഞ്ഞിരിക്കുന്ന സൈഡിൽ അല്ല അതല്ലേ ഏതാനും ആളുകൾ ട്രെയിനർമാർ ലീഡർമാർ ലൈനപ്പ് കറക്റ്റ് ചെയ്യുക. ബാക്ക് സൈഡിലെ ലൈനെല്ലാം ഒരേ യൂണിഫോമിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഏതെങ്കിലും ലൈനിൽ കൂടെ ചെയ്യേണ്ട. നിങ്ങൾ എന്റെ ഡെമോ നോക്കിയാൽ മതി. പിന്നെ എന്നെ തുടരുക. ചെയ്യുന്നത് കറക്റ്റായി ചെയ്യുക. എന്നെ കാണുന്നുണ്ടോ? എല്ലാവരും എന്നെ കാണുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ഓരോ എക്സസൈസും ചെയ്യുമ്പോൾ അതിന്റെ ഗുണഫലങ്ങളെ സംബന്ധിച്ച് അതിന്റെ കൂടെ തന്നെ നമ്മളെ ബ്രാൻഡ് അംബാസിഡർ അറക്കൽ ബാവ സാർ അതിനെപ്പറ്റി വിശദീകരിക്കും. സമയം ഒട്ടും പാഴാകുകയില്ല. അതിന്റെ കൂടെ തന്നെ ഓരോ തുടക്കത്തിൽ ജമ്പിംഗ് ജാക്സ് ചെയ്യുമ്പോൾ ജമ്പിംഗ് ജാക്സിന്റെ ഗുണങ്ങളെ എന്തെങ്കിലും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചില വ്യായാമങ്ങൾക്ക് റെസ്ട്രിക്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മുട്ടുവേദനയോ ഊരവേദനയോ ഉള്ളവരുണ്ടെങ്കിൽ ആ നിൽക്കുന്ന പൊസിഷനിൽ കൈകൾ ഉയർത്തി താഴ്ത്തുക. അദ്ദേഹം കാണിക്കും. ആ കൈകൾ ഉയർത്തി താഴ്ത്തുക. ജമ്പ് ചെയ്യേണ്ടതില്ല. പ്രശ്നമില്ലാത്തവർക്ക് ജമ്പ് ചെയ്യാം. റെഡി? കൈ ആ ഒരു പൊസിഷൻ, മാക്സിമം ഇന്റൻസീവ് പൊസിഷനിൽ പൊന്തിയെടുത്താത്ത വയറ് ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക. നിങ്ങളൊന്ന് കൈ ഉയർത്തി പിടിക്കൂ. എല്ലാവരും ഒന്ന് കൈ ഉയർത്തി പിടിക്കൂ നന്നായിട്ട് മേലോട്ട്. ആ സമയത്ത് നിങ്ങളെ വയറ് നന്നായിട്ട് ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്നില്ലേ? ആ ഒരു പൊസിഷനിലാണ് കൈ നിങ്ങൾ ഉയർത്തേണ്ടത്. ഓക്കെ, റെഡി? പറഞ്ഞോളൂ. നമ്മുടെ എക്സസൈസുകളുടെ കൂട്ടത്തിലുള്ള എയറോബിക് എക്സസൈസ് ആണ് ജമ്പിംഗ് ജാക്സ്. ശരീരത്തിൽ മെറ്റബോളിസം വർദ്ധിക്കാനും അതേപോലെ തന്നെ
ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും മസിലുകൾ ശക്തിപ്പെടാനും സഹായിക്കുന്ന അതിപ്രധാനമായ എക്സസൈസ് ആണ്. നിങ്ങളെ ശരീരത്തിലെ കൊഴുപ്പ് അലിയിച്ച് കളയാൻ ഈ വ്യായാമം സഹായിക്കുന്നുണ്ട്. ശരീരത്തിലേക്ക് നന്നായി ഓക്സിജന്റെ പ്രവാഹം ഉറപ്പുവരുത്തുന്നുണ്ട്. മൊത്തത്തിൽ നമ്മുടെ ശരീരത്തെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന അതിപ്രധാനമായ എക്സസൈസ് ആണ് ജമ്പിങ് ജാക്സ്. നിങ്ങളുടെ ശരീരത്തിന്റെ മെറ്റബോളിസം വർദ്ധിക്കാനും കൊഴുപ്പ് അലിഞ്ഞു പോകാനും ശരീരത്തെ മൊത്തം മസിലുകൾ ശക്തിപ്പെടുത്താനും സഹായിക്കും. നിങ്ങൾക്കൊരു 30 സെക്കൻഡ് റിലാക്സ്. ഒരു കാലിൽ ബാലൻസ് ചെയ്തിട്ട് ഇടത് കാല് ഉയർത്തി കാൽ സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്തെടുക്കുക. ശരീരത്തിന്റെ ബാലൻസിങ്ങിനും നമ്മുടെ ശരീരത്തിന്റെ ഭാരം താങ്ങി നിർത്തുന്ന കാൽ വാമപ്പ് ചെയ്യുന്നതിനുമുള്ള എക്സസൈസ് ആണ്. നടക്കാനുള്ള ശേഷി, ബാലൻസ്, ശരീരത്തിന്റെ മറ്റു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉത്തമമായിട്ടുള്ള എക്സസൈസ് ആണ് ആംഗിൾ റൊട്ടേഷൻ. ലെഗ് ചേഞ്ച്. അടുത്ത കാൽ ഇടത് കാലിൽ ബാലൻസ് ചെയ്ത് വലത് കാലിൽ റൊട്ടേറ്റ് ചെയ്യുക. നന്നായി ഫ്ലെക്സിബിൾ ചെയ്യുക. ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ജോയിന്റിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറുന്നതിനും ഈ വ്യായാമം സഹായിക്കും. ഇരുഭാഗത്തേക്കും കാലും മെല്ലെ കറക്കിയെടുക്കുക. മാക്സിമം റൊട്ടേറ്റ് ചെയ്തെടുക്കുക. മുന്നിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. മുന്നിലേക്ക് നോക്കുക. നീ റൊട്ടേഷൻ. കാലുകളും കാൽപാദങ്ങളും കാൽമുട്ടും ചേർത്ത് വെക്കുക. നിങ്ങളെ കാലിന്റെ പാദങ്ങളും കാൽമുട്ടുകളും രണ്ട് മുട്ടി നിൽക്കണം. റെഡി. ലെഫ്റ്റ് സൈഡ്. നമ്മുടെ കാലിന് ഒരു 180 ഡിഗ്രിയിൽ മാത്രമാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. മെല്ലെ, അധികം സ്പീഡിൽ ചെയ്യരുത്. മുട്ടിനുണ്ടാകുന്ന മുറുക്കവും ടൈറ്റ്നസ് മാറുന്നതിന് സിനോയിൽ ഫ്ലൂയിഡിന്റെ, അതായത് ശ്ലേഷ്മ ദ്രവം നമ്മുടെ ജോയിന്റിലൊക്കെ വ്യാപിക്കുന്നതിനും അതോടൊപ്പം തന്നെ നമുക്ക് മുട്ടിനുണ്ടാകുന്ന വേദനയും പ്രശ്നങ്ങളും മാറുന്നതിനും സഹായിക്കുന്ന വ്യായാമമാണ് നീ റൊട്ടേഷൻ. നമ്മൾ വളരെ 180 ഡിഗ്രി മാത്രമേ നാം തിരിക്കുന്നുള്ളൂ. പൂർണ്ണമായും 360 ഡിഗ്രി തിരിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ ജോയിന്റ് പ്രോബ്ലം ഉള്ളവർ ഈ എക്സസൈസ് ചെയ്യാതിരിക്കുക. ഹിപ്പ് റൊട്ടേഷൻ അരക്കെട്ടിനുള്ള വ്യായാമമാണ്. ലോങ് ഡ്രൈവ് ചെയ്യുന്നവർക്ക് അറിയാം. വേദന ഉണ്ടാവും, നീർക്കെട്ടുണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും, ചലനശേഷിയിൽ ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ മാറുന്നതിന് അതോടൊപ്പം തന്നെ അരക്കെട്ടിനെ ശക്തിപ്പെടുത്തുകയും നമ്മുടെ ശരീരത്തിന് ബലം നൽകുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട വ്യായാമമാണ്. ഓർത്തോ പ്രോബ്ലം ഉള്ളവര് ശ്രദ്ധിച്ചാണ്, ഡിസ്ക് ബൾജ് പോലുള്ള പ്രശ്നമുള്ളവര് ശ്രദ്ധിച്ചാണ് ചെയ്യേണ്ടത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമോ അവരുടെ ആരോഗ്യസ്ഥിതി ചെയ്യുക. സൈഡിലേക്ക് കറക്കിയെടുക്കുക. വളരെ സാവധാനത്തിലാണ് ചെയ്യേണ്ടത്. ആർക്കെങ്കിലും ബാലൻസിങ് പ്രശ്നമാണെങ്കിൽ കാലിന്റെ വിരലുകൾ മേലെ ഇളക്കി കൊടുക്കുക. കണ്ണ് തുറന്നും മെല്ലെ തൈറോയിഡ് പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ കഴുത്തിനുണ്ടാകുന്ന വേദന പരിഹരിക്കുന്നതിന്, ഓറൽ വെർട്ടിഗോ പോലെ തലമിന്നൽ, തലവേദന, അതേപോലെ തന്നെ മൈഗ്രെയിൻ, അതിനൊക്കെ പരിഹരിക്കുന്നതിന് വളരെ ഫലം കണ്ടിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ഹെഡ് റൊട്ടേഷൻ. നമ്മുടെ ബാലൻസിങ് പ്രശ്നങ്ങളുള്ളവർക്ക് നല്ലൊരു പരിഹാരമായി ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എക്സസൈസ് ആണ്. തൈറോയിഡ് പ്രശ്നങ്ങൾ മാറിയിട്ടുള്ള കുറെ ഫീഡ്ബാക്കുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തമമായ ഗുണങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുക. അപ്പ് ആൻഡ് ഡൗൺ, പൂർണ്ണമായും തല ഉയർത്തി താഴ്ത്തുക. കഴുത്തിന് ശരിയായ വ്യായാമം കിട്ടുന്ന രീതി വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഇതിന് പ്രിയപ്പെട്ട ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാറ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഓപ്പോസിറ്റ് സൈഡ് നല്ല സാവധാനത്തിൽ കറക്കിയെടുക്കുക. തല നിങ്ങൾക്ക് കഴിയുന്നത്ര സൈഡിലേക്ക് ചെരിക്കുക. നമ്മുടെ കഴുത്തിന്റെ സൈഡ് മസിലുകൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ തല ചെരിക്കുമ്പോൾ മസിലുകൾ നന്നായി വലിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. പൂർണ്ണമായ
ഫ്ലെക്സിബിലിറ്റി നിങ്ങളുടെ കഴുത്തിന് ലഭിക്കാൻ ചെയ്യുമ്പോൾ സഹായകരമാവും. തലക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും കഴുത്തിനുണ്ടാകുന്ന വേദനകളും മാറാൻ വളരെ സഹായിക്കുന്ന അതിപ്രധാനമായ എക്സസൈസ് ആണ്. വളരെ സാവധാനം മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നത്ര ഉയർത്തായി. പൊസിഷൻ ശ്രദ്ധിക്കുക. സൈഡിലേക്ക് വന്ന് നമ്മുടെ കാലിന്റെ പിൻഭാഗം കാണുന്ന രീതിയിലേക്ക് ബോഡിയെ ബെൻഡ് ചെയ്തെടുത്ത് അതേ പൊസിഷനിൽ കൈ ഡൗൺ ചെയ്ത് സ്ട്രെയിറ്റ് ചെയ്തെടുക്കുകയാണ് ഇപ്പൊ അദ്ദേഹം ചെയ്തത്. നിങ്ങൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. റെഡി? പതിയെ നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ നന്നായി കടത്തി സിഗ്നൽ അനുസരിച്ച് മാത്രം ചെയ്യാം. വളരെ സാവധാനത്തിൽ ബ്രീത്തിങ് എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ ശരീരത്തിലേക്ക് നന്നായി ഓക്സിജൻ പ്രവഹിക്കുകയും ബ്ലഡ് പ്യൂരിഫിക്കേഷൻ എളുപ്പമാവുകയും ശരീരത്തെ മൊത്തം ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നതാണ് എല്ലാ ശ്വസന വ്യായാമങ്ങളും. നമ്മുടെ ശരീരത്തിലെ മൃതകോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തുമ്പോൾ അവ ശ്വസിക്കാൻ തുടങ്ങുകയും പ്രവർത്തനക്ഷമമാകുകയും ഹോർമോണുകളും ഇൻസുലിനുകളും പ്രൊഡ്യൂസ് ചെയ്യാൻ ആരംഭിക്കുകയും ശരീരത്തിന് ഒരു ഉന്മേഷം വരികയും കൂടുതൽ പ്രവർത്തനക്ഷമത കൈവരികയത്. സൈഡിലേക്ക് നോക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ശരീരം പൂർണ്ണമായി ബെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ്, ആം ഫ്രണ്ട്സിങ്. ഒരു ഡെമോ ക്യാപ്റ്റൻ ചെയ്യും, നിങ്ങൾ ശ്രദ്ധിക്കുക. കൈകള് നന്നായി ബ്രീത്തിങ് ചെയ്ത് ഒരു വി പൊസിഷനിലാണ് കൈകൾ പിടിക്കേണ്ടത്. ആ സമയത്ത് കൈകളെ മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാനും ശ്രദ്ധിക്കുക. പൂർണ്ണമായും ബ്രീത്ത് നമ്മൾ ഹോൾഡ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഇതാണ് പൊസിഷൻ. ആ പൊസിഷൻ അദ്ദേഹത്തിന്റെ സിഗ്നൽ അനുസരിച്ച് അദ്ദേഹം ചെയ്യുന്ന അനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം. റെഡി? കൈകള് പൂർണ്ണമായും വി ഷേപ്പിൽ ഉയർത്തി സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. നമ്മുടെ തോളുകളെ ശക്തിപ്പെടുത്തുന്നതിന് നമ്മുടെ ചെസ്റ്റ്, നെഞ്ഞ്, അതേപോലെ ശ്വാസകോശം ഇതിനെ പൂർണ്ണമായും ഉത്തേജിപ്പിക്കുക. നമ്മൾ 3 സെക്കൻഡാണ് ബ്രീത്ത് ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ നിൽക്കുക. ആ 3 സെക്കൻഡ് സമയത്ത് നമ്മുടെ ചെസ്റ്റിലേക്കും ലങ്സിലേക്കൊക്കെ ഓക്സിജൻ പ്രവാഹം ഉണ്ടാവുകയും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മാറാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. നെക്സ്റ്റ്, ഇൻഡെക്സ് ഫിംഗർ അപ്പ് ആണ്. സിഗ്നൽ കിട്ടുമ്പോൾ മാത്രം ചെയ്താൽ മതി. ആദ്യം നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തരും. കൈകൾ മാക്സിമം ഉയർത്തി പൂർണ്ണമായും സ്ട്രെച്ച് ചെയ്ത് നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരം കാലിന്റെ ടോയിലേക്ക് വന്ന് നിങ്ങളുടെ വിരലഗ്രത്തിൽ ആരെങ്കിലും പിടിച്ച് തൂക്കി നിർത്തിയാൽ ഉണ്ടാകുന്നത് പോലെ ബോഡിയെ മൊത്തം അപ്വേർഡ് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്തെടുക്കുന്ന എക്സസൈസ് ആണ് ഇൻഡെക്സ് ഫിംഗർ അപ്പ്. 3 സെക്കൻഡ് ബ്രീത്ത് മുകളിൽ ഹോൾഡ് ചെയ്യാനോ 6 സെക്കൻഡ് സമയമെടുത്ത് അതേ സ്ട്രെച്ചിങ് പൊസിഷനിൽ മേലോ കൈ എങ്ങനെയാണോ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചത് അതേ പൊസിഷനിൽ സ്ട്രെച്ച് ചെയ്ത് തന്നെ കൈ സാവധാനം താഴ്ത്തുക. അപ്പോഴാണ് ഈ ബ്രീത്തിങ് എക്സസൈസിന്റെ പൂർണ്ണമായ ഗുണം നിങ്ങളുടെ ശരീരത്തിന് ലഭിക്കുക. റെഡി? കൈകൾ നന്നായി സ്ട്രെച്ച് ചെയ്ത് മുകളിലേക്ക് ഉയർത്തുക. വളരെ സാവധാനം അതേ സ്ട്രെച്ചിങ് പൊസിഷനിൽ നിങ്ങൾ താഴ്ത്തി കൊണ്ടുവരിക. നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ പ്രവാഹം ഉണ്ടാകുന്നതിനോടൊപ്പം നമ്മുടെ ശരീരത്തിന്റെ പോസ്റ്ററിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രായം കൊണ്ടൊക്കെ ശരീരം ഒരു സൈഡിലേക്കോ മുന്നിലേക്കോ പിന്നിലേക്കോ ഒക്കെ വളഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകും. നിങ്ങളുടെ ശരീരത്തിന്റെ പോസ്റ്റർ കറക്റ്റ് ചെയ്യും, പൊസിഷൻ കറക്റ്റ് ചെയ്യും. രണ്ടാമത്, പ്രായം കൂടുമ്പോൾ നമ്മുടെ ശരീരം ശൃംഗായി ചുരുക്കിപ്പോകുന്ന അവസ്ഥയുള്ളവരുണ്ടാവും. അത് മാറാൻ സഹായിക്കും. മൊത്തം നമ്മുടെ ബോഡിയെ സ്റ്റിമുലേറ്റ് ചെയ്യാനും
ഉത്തേജിപ്പിക്കാനും സഹായിക്കുന്ന, ജോയിന്റുകളെ ഒക്കെ സ്ട്രെച്ച് ചെയ്യുന്ന അതിപ്രധാനമായ ഒരു എക്സസൈസ് ആണ് ഇൻഡെക്സ് ഫിംഗർ അപ്പ്. ഇതിന്റെ ബെനിഫിറ്റ് മനസ്സിലാക്കുക. നിങ്ങളെ ശരീരത്തിന്റെയും മസിലുകളെയും ഒക്കെ ശക്തിപ്പെടുത്താൻ ഈ എക്സസൈസ് സഹായിക്കുന്നുണ്ട്. എന്താ വിഷയം? അതൊന്നും ഇളകാതെ പിടിച്ചോളി. നെക്സ്റ്റ്, ഫിംഗർ ലോക്ക് ഓവർഹെഡ്. നിങ്ങൾ കാണുക, ഒരു ഡെമോ കാണുക. കൈകൾ കോർത്ത് പിടിച്ചിട്ട് വിരല് സ്ട്രെച്ച് ചെയ്തിട്ട് മേലോട്ട് കൊണ്ടുപോകുക. അതാ സ്ട്രെച്ചിങ് പൊസിഷനിൽ മുകളിലോട്ട് കൊണ്ടുപോയിട്ട് വളരെ സാവധാനത്തിൽ അതേ സ്ട്രെച്ചിങ് പൊസിഷനിൽ കൈകളെ മെല്ലെ താഴ്ത്തി കൊണ്ടുവരാം. സ്പീഡ് കൂട്ടരുത്, കൈകളെ സ്ട്രെച്ചിങ് മാറ്റരുത്, കൈ ലൂസാക്കി വിട്ടിട്ട് ഇറക്കരുത്. ബെനിഫിറ്റ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് പറയാം. സ്റ്റാർട്ട്. കൈകൾ നന്നായി മേലോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുമ്പോഴും നമ്മുടെ ഷോൾഡറിന് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നീട് ഈ കൈകളെ സാവധാനം നമ്മൾ താഴ്ത്തുമ്പോൾ കൈകളുടെ മസിലുകൾക്കും ചെസ്റ്റ് നെഞ്ഞിലെ മസിലിനും നന്നായി ശക്തി ലഭിക്കാൻ, ശക്തി വർദ്ധിക്കാൻ, സ്ട്രോങ് ആക്കാൻ അത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബ്രീത്ത് ഹോൾഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി, ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി വർദ്ധിക്കാനും ആസ്മ, അലർജി പോലുള്ള പല രോഗങ്ങൾക്കും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഒരു വ്യായാമമാണ് ഈ ബ്രീത്തിങ് എക്സസൈസിൽ ഇതേപോലെ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് സ്ട്രെച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ എക്സസൈസ് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് നൽകും. നിങ്ങളുടെ ശരീരത്തിലേക്ക് നല്ല ഓക്സിജൻ പ്രവാഹം ഉറപ്പുവരുത്താൻ ഇത് സഹായിക്കും. മൃതകോശങ്ങളെ ഉത്തേജിപ്പിക്കും. വളരെ സാവധാനത്തിലാണ് കൈകൾ താഴ്ത്തി കൊണ്ടുവരേണ്ടത്. വെരി ഗുഡ്. നെക്സ്റ്റ്, കൈകളെ ലോക്ക് ചെയ്ത് പിടിക്കുക. ആം ലോക്കാണ് അദ്ദേഹം കാണിക്കുന്ന പൊസിഷൻ കറക്റ്റ് ചെയ്തിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള ലീഡേഴ്സ് എങ്ങനെയാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾ പൊസിഷൻ കറക്റ്റ് ചെയ്തിട്ട് ചെയ്യാം. ഒരു ഡെമോ കൈകളെ ഉയർത്തി തലക്ക് പിൻവശത്ത് വരെ കൊണ്ടുവന്ന് പിന്നീട് ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ കൈകളെ താഴ്ത്തി പതിയെ വയറിന് മേലെ മെല്ലെ ഒന്ന് അമർത്തുക. ഇതാണ് അതിന്റെ മൂവ്മെന്റ്. അദ്ദേഹം കാണിക്കും, ബെനിഫിറ്റ് പറയാം. റെഡി? ഉയർത്തുക. ഇത് മെല്ലെ നമ്മൾ കൈകൾ താഴ്ത്തി കൊണ്ടുവന്ന് വയറിൽ അമർത്തുക. നമ്മളെ ഷോൾഡറിനെ അതോടൊപ്പം ഇത് തലക്ക് കുറച്ച് പിൻഭാഗത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങളെ ശരീരത്തിന്റെ ബാക്ക്, പുറം ഭാഗം, ഷോൾഡർ, അതിന് ബാക്ക് സൈഡിലുള്ള മസിലുകൾക്ക് ശക്തി പകരുന്ന, അതിനെ ഉത്തേജിപ്പിക്കുന്ന, വളരെയധികം ബെനിഫിറ്റ് നൽകുന്ന, കൈകൾ ഉയർത്താനും താഴ്ത്താനും വിഷമമുള്ളവർക്ക്, ഷോൾഡർ പ്രോബ്ലം ഉള്ളവർക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി നൽകുന്ന, തോൾ വേദനകളൊക്കെ മാറാൻ സഹായിക്കുന്ന, അതോടൊപ്പം ചെസ്റ്റിനെയും വയറിനെയും ഒക്കെ ഉള്ളിലേക്ക്, ചെസ്റ്റൊക്കെ നന്നായി വികസിക്കാനും വയറിന് ഉള്ളിലേക്ക് ചുരുങ്ങി പോകാനും സഹായിക്കുന്ന പ്രധാനപ്പെട്ട എക്സസൈസ് ആണ്. വളരെ സിമ്പിൾ ആണെങ്കിലും നിങ്ങളെ ശരീരത്തിന്റെ പുറംഭാഗത്തെയും മുൻഭാഗത്തെയും അത് ശക്തിപ്പെടുത്തുന്നു. നെക്സ്റ്റ്, ക്ലാപ്പിംഗ് ഓവർഹെഡ്. ഒരു ഡെമോ നിങ്ങൾ ശ്രദ്ധിക്കുക. കൈകള് ക്ലാപ്പ് ചെയ്തെടുത്തു. ആ ക്ലാപ്പിംഗ് പൊസിഷനിൽ പിന്നെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് മേലോട്ട് വലിച്ചു പിടിക്കുക. മാക്സിമം വലിഞ്ഞിരിക്കുന്ന രീതിയിൽ വയറ് നന്നായി ഉള്ളിലേക്ക് വലിച്ചു പിടിച്ച് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ബെൻഡ് ചെയ്യേണ്ടത്. അപ്പ് എന്ന് പറയുമ്പോൾ പൂങ്ങ. ബെനിഫിറ്റ്സ് പറയാം. റെഡി? നന്നായി ക്ലാപ്പിംഗ് ചെയ്ത് പൂർണ്ണമായും ശരീരം, കാൽമുട്ടുകൾ കളയാതെ കാലുകളിലോ നിലത്തോ കൈകൾ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. പൂർണ്ണമായും ബെൻഡ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ വയറ് കുറയുന്നതിന് നമ്മൾ സാധാരണ കിടന്ന് ചെയ്യുന്ന അതേ എക്സസൈസ് ആണ് സ്റ്റാൻഡിങ് പൊസിഷനിൽ നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം കാലിന്റെ മടമ്പ് മുതൽ വിരലിന്റെ അഗ്രം വരെ പൂർണ്ണമായി സ്ട്രെച്ച് ചെയ്തെടുക്കാൻ സഹായിക്കുന്ന യോഗ എക്സസൈസുകളാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായും സ്ട്രെച്ച് ചെയ്യാനും വയറ് ചുരുങ്ങാനും അതേപോലെ തന്നെ നിങ്ങളെ നട്ടലിനെയും സ്പൈനലിനെയും ഒക്കെ ഉത്തേജിപ്പിക്കാനും ഈ എക്സസൈസ് സഹായിക്കുന്നുണ്ട്. ബ്രീത്ത് എടുത്തുകൊണ്ട്, കൗണ്ടിങ് കേട്ട ഉടനെ ബ്രീത്ത് എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുക. ഒരേ ശബ്ദത്തിൽ ക്ലാപ്പിംഗ് കേൾക്കാം. പിന്നീട് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് പതിയെ സാവധാനം നിങ്ങൾ മുന്നോട്ട് ബെൻഡ് ചെയ്യുക. ബ്രീത്തിങ് ചെയ്ത് സ്ട്രെച്ച് ചെയ്തെടുക്കുമ്പോൾ
നിങ്ങൾക്ക് പൂർണ്ണമായും ബോഡി സ്റ്റിമുലേഷൻ കിട്ടും. ശ്രദ്ധിച്ച് ചെയ്യുക. ഡിസ്ക് ബൾജ് പോലുള്ള മറ്റ് പ്രശ്നം ഇപ്പോൾ ചെയ്യുന്ന സിറ്റപ്പ്. അപ്പോൾ വളരെ സാവധാനം നിങ്ങളുടെ ഭാരം മുഴുവൻ കാൽമസിലുകൾക്ക് കൊടുത്ത് കാൽമസിലുകളെ ശക്തിപ്പെടുത്തുകയും ശരീരത്തിന്റെ ബാലൻസിങ് ക്ലിയർ ചെയ്യുകയും ചെയ്യാൻ ഈ എക്സസൈസ് സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കംഫർട്ടായ പൊസിഷനിലാണ് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യേണ്ടത്. പുതിയ സാവധാനത്തിൽ താഴോട്ടിരിക്കുക, അപ്വേർഡ് പൊസിഷൻ. വീണ്ടും ബ്രീത്തിങ് ചെയ്തു, മെല്ലെ സാവധാനം ലോഡ് കൊടുത്തു, ഇരുന്നു. സ്ഥിരമായി എക്സസൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇരിക്കാനും നടക്കാനുമുള്ള ശേഷി വർദ്ധിക്കാൻ സഹായിക്കും. ഇനി പുൾ പുഷാണ്. നമ്മുടെ കൈകളെ നന്നായി കോർത്തിട്ട് പുൾ ചെയ്തെടുക്കുക. കൈയിൻ്റെ കഫിൻ്റെ മസിലുകൾ കൈയിൻ്റെ, അതേപോലെ കൈയുടെ മറ്റ് മസിലുകളൊക്കെ ടൈറ്റ് ആവുന്ന രീതിയിൽ വലിച്ചു പിടിച്ചതിന് ശേഷം ആ വലിച്ചു പിടിച്ച കൈകൾ കൊണ്ട് വയറിനെ ഉള്ളിലേക്ക് തള്ളി കൊടുക്കുക നന്നായിട്ട്. ഡെമോ കാണിക്കാൻ ശ്രദ്ധിക്കുക. നന്നായി കൈകൾ വലിച്ച് 3 സെക്കൻഡ് ബ്രീത്ത് ഹോൾഡ് ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. റെഡി? നമ്മൾ ഇത്രയും ബെൻഡിങ് എക്സസൈസ് ചെയ്തപ്പോൾ നമ്മുടെ വയറ് ഒന്ന് കുറയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ ആ വയറിനെ നമ്മളൊന്ന് പുൾ ചെയ്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൈയുടെ മസിലുകൾക്കൊക്കെ ആ മസിലുകളെ ഒന്ന് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും, അതോടൊപ്പം വയറിന് ഉള്ളിലേക്ക് തള്ളി കൊടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ചുരുങ്ങാൻ സഹായിക്കുന്ന എക്സസൈസ് ആണ്. റെഡി? അക്യൂപ്രഷർ. കൈയിന്റെ അക്യൂപ്രഷർ പോയിന്റ് ഉപയോഗിച്ച്, ഫിംഗർ ടിപ്പ് ഉപയോഗിച്ച് വയറിന്റെ ആദ്യം സൈഡിൽ കൊഴുപ്പ് അടിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് നന്നായി മസാജ് ചെയ്യുക. നന്നായിട്ട് കൊഴുക്കുക. കൈയുടെ വിരലുകളും അതേപോലെ നമ്മൾ മസാജ് ചെയ്യുന്ന ഭാഗവും വേദനയ്ക്ക് മാറി നല്ല പ്രഷർ കൊടുത്ത് തന്നെ ചെയ്യുക. പിന്നീട് സെക്കൻഡ് എന്ന് പറയുന്ന സമയത്ത് വയറിന്റെ ഫ്രണ്ട് ഭാഗത്ത്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ വയറിന്റെ ഏത് ഭാഗത്താണ് കൂടുതൽ കൊഴുപ്പ് അടിഞ്ഞു കിടക്കുന്നതെന്ന്, ആ ഭാഗത്ത് നന്നായി പ്രസ് ചെയ്യുകയും ഉത്തേജിപ്പിച്ചെടുക്കുകയും ചെയ്യുക. വയറ് ലേശം മുന്നോട്ട് വലിച്ചു പിടിക്കട്ടോ. വയറ് ഒന്ന് ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചിട്ടാണ് എക്സസൈസ് ചെയ്യേണ്ടത്. ബ്രീത്തിങ് ഇതിൽ കൺട്രോളിങ് അല്ല, ബ്രീത്തിങ് നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കാം. സൈഡ് നന്നായി, 2 സൈഡും നന്നായി തിരുമ്പുക. ഇതില് നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ് ഒന്ന്, കൊഴുപ്പ് അലിഞ്ഞു പോകാൻ മെറ്റബോളിസം വർദ്ധിക്കുന്നത് വഴി സഹായിക്കും. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ കിഡ്നിയെയും ലിവറിനെയും പാൻക്രിയാസിനെയും ഒക്കെ ഉത്തേജിക്കുന്ന ഒരുപാട് പ്രയോജനങ്ങളാണ് ഈ അക്യൂപ്രഷർ പോയിന്റിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് മൾട്ടി ബെനിഫിറ്റ്സ് ഈ എക്സസൈസ് വഴി നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ പ്രയോജനം നിങ്ങൾ ഉൾക്കൊണ്ട് സിമ്പിളായിട്ട് തോന്നാമെങ്കിൽ ഒരുപാട് പ്രയോജനകരമായ വ്യായാമം നിങ്ങൾ ചെയ്യാം. വയറ് കുറച്ച് ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചിട്ട് കൊഴുപ്പുള്ള ഭാഗം നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. വിരലും കൈയും വേദനിക്കുന്നത് പോലെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് നെക്കി പിടിച്ച് കൊടുക്കുക. കൈവിരലുകൾ കൊണ്ട് കുഴഞ്ഞതാണ്. ഇത് അബ്ഡം വൈബ്രേഷൻ ആണ്. വയറിനെ മാത്രം ഒന്ന് മൂവ് ചെയ്യുക, ഇളക്കി കൊടുക്കുക. അപ്പോ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഡെമോ ഒന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? വയറിന്റെ ഭാഗം മാത്രം ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് അഥവാ അങ്ങനെ വയറ് ഇളക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഷോർട്ട് ബ്രീത്ത് ചെയ്യുക. മൂക്കിലൂടെ നന്നായി ശ്വാസം എടുക്കുക. വായിലൂടെ പെട്ടെന്ന് വിട്ടു കഴിഞ്ഞാൽ നിങ്ങളെ വയറിന് ആ ഒരു മൂവ്മെന്റ് വരും. പിന്നീട് നിങ്ങൾക്ക്
ക്യാപ്റ്റൻ ചെയ്യുന്നത് പോലെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, റെഡി? റെഡി. 1 മിനിറ്റ് മാത്രമുള്ള ഒരു വ്യായാമമാണ്. മലബന്ധം, അസിഡിറ്റി, മറ്റ് ദഹന പ്രശ്നങ്ങളുള്ളവർക്ക് അത് മാറാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരുപാട് നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു വ്യായാമമാണ്. കൈകൾ ഹിപ്പിൽ കൊടുക്കുക നിങ്ങൾ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വയറിന്റെ മസിലുകൾ, ഇത്രയും എക്സസൈസ് ചെയ്ത് വയറിന്റെ ഭാഗം പറഞ്ഞല്ലോ, ആ മസിലുകൾ ശക്തിപ്പെടാൻ, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും സഹായിക്കുന്ന വളരെ സിമ്പിളായി ചെയ്യാവുന്ന എക്സസൈസ് ആണ് ഇത്. നിങ്ങൾ 2-3 പ്രാവശ്യം പിന്നീട് ആവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ദഹന പ്രശ്നങ്ങളും മലബന്ധം പോലുള്ള പ്രശ്നങ്ങളും മാറാനും ഒരുപാട് സഹായിക്കുന്നുണ്ട്. അങ്ങനെ വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. റെഡി? 125 പ്രാവശ്യം കാലിന്റെ ടോയാണ് നമ്മൾ ജമ്പ് ചെയ്യുന്നത്. ഒരു ഡെമോ അദ്ദേഹം ചെയ്യുന്നത് ശ്രദ്ധിക്കുക. കാലിന്റെ തോലാണ്. മടമ്പ് ഒരു കാരണവശാലും ടച്ച് ആവരുത്. മടമ്പ് ടച്ചായ നിങ്ങൾക്ക് നട്ടലിനോ ഊരക്കൊക്കെ വേദന വരും. പിന്നീട് അത് റൈറ്റ് ടേൺ 25 പ്രാവശ്യം ഓരോ സൈഡിൽ. അതോടൊപ്പം നിങ്ങളെ കൈവിരലുകൾ ഇങ്ങനെ ചുരുട്ടി വിടണം. വലത് കൈയിലെ കൈവിരലുകൾ ചുരുട്ടി വിടുമ്പോൾ ലിവറും കിഡ്നിയും പാൻക്രിയാസും ഉത്തേജിപ്പിക്കപ്പെടുകയും ഇടതുവശത്തെ കൈവിരലിന്റെ ആ അക്യുപ്രഷർ പോയിന്റ് കൊണ്ട് സെൻട്രൽ ഭാഗത്ത് പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഹാർട്ട് ഉത്തേജിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഈ എക്സസൈസ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ കൈകളെ ചുരുട്ടി വിടുന്നുണ്ട്. നമ്മുടെ കാലുകൾ ശക്തിപ്പെടുന്ന എക്സസൈസ് ആണ്. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ബെനിഫിറ്റ്സ് പറയാം. നമ്മുടെ വാർദ്ധക്യം ശരിക്കും നമ്മൾ ആദ്യം ബാധിക്കുന്നത് നമ്മുടെ കാലുകളെയാണ്. കാൽ മസിലുകൾക്ക് ശക്തി കുറയുമ്പോൾ നമുക്ക് ഇരിക്കാനും നടക്കാനും ഒക്കെയുള്ള കഴിവുകൾ കുറഞ്ഞു വരും. പിന്നീട് നമ്മുടെ കാൽ മസിലുകൾ, അത് ആ വാർദ്ധക്യം നമ്മുടെ ശരീരത്തെ മൊത്തം ബാധിക്കുന്ന അവസ്ഥയിൽ നിന്ന് കാലുകളെയാണ് ആദ്യം, കാൽ മസിലുകളെയാണ് ആദ്യമായി ശക്തിപ്പെടുന്നത്. ഈ എക്സസൈസിന് ശേഷം നിങ്ങൾ തൊട്ട് നോക്കിയാൽ മനസ്സിലാവും നിങ്ങളെ കാല് കല്ലുപോലെ ആയിട്ടുണ്ടാവും. അതോടൊപ്പം നമ്മളെ ഇന്റേണൽ ഓർഗൻസിനെ നിങ്ങൾ ഇത് പ്രസ് ചെയ്ത് വിടുന്ന സമയത്ത് ആ ഇന്റേണൽ ഓർഗൻസ് കംപ്ലീറ്റ് ഉത്തേജിപ്പിക്കപ്പെടുകയും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും ചെയ്യുന്ന അതിപ്രധാനപ്പെട്ട ഒരു എക്സസൈസ് ആണ്. നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനുള്ള ശേഷി തിരികെ ലഭിക്കുന്നു. റീജുവനേറ്റ് യുവർ മൈൻഡ് ആൻഡ് ബോഡി എന്ന് പറഞ്ഞ പോലെ നിങ്ങളെ ശരീരത്തെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു നടത്തുന്ന അതിപ്രധാനമായ എക്സസൈസ് ആണ്. നേരത്തെ പറഞ്ഞ ജോയിന്റ് പ്രശ്നങ്ങളോ ഡിസ്ക് കംപ്ലൈന്റുകളോ ഉള്ളവര് ഈ വ്യായാമം ചെയ്യരുത്. ആ നിൽക്കുന്ന പൊസിഷനിൽ കൈകൾ മാത്രം ചുരുട്ടി. 1 മിനിറ്റ്. ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ വ്യായാമങ്ങളും നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ശരീരത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോ നെക്സ്റ്റ് എക്സസൈസിന്റെ ഇടയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പൊ വിശദീകരിക്കുന്നത്. ഇനി നമ്മളെ മൈൻഡ് പവർഫുൾ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻ, ശരീരത്തിനോടൊപ്പം മനസ്സിന് ശക്തി പകരുന്ന എക്സസൈസ് ആണ് മെഡിറ്റേഷൻ. നിങ്ങൾക്കറിയാം, ഇവിടെ നമ്മൾ ചെയ്യുന്നത് മെഡിറ്റേഷൻ കണ്ണടച്ച് പൂർണ്ണമായും ഏകാഗ്രമായി ഇവിടേക്ക് വർത്തമാനകാലത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച്, നിങ്ങൾ ഈ മൈതാനിയിൽ ഇപ്പൊ ഇവിടെ ഉണ്ടെന്ന് ശ്രദ്ധിച്ച്, നിങ്ങളെ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിച്ച്, അതോടൊപ്പം നിങ്ങളുടെ മനസ്സിൽ 60 to 1 റിവേഴ്സ് കൗണ്ട്, 60 മുതൽ 1 വരെ റിവേഴ്സിൽ എണ്ണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലെ അക്കങ്ങൾ മാത്രമേ കാണാൻ പാടുള്ളൂ. പൂർണ്ണമായി നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകാഗ്രത ലഭിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ഷമയുണ്ടാകും, ടെൻഷൻ മാറാൻ സഹായിക്കും. അതേപോലെ പഠനത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകളിലോ നിങ്ങൾക്ക് ഏകാഗ്രത നഷ്ടപ്പെടുകയും നിങ്ങളെ നിയന്ത്രണത്തിലാക്കും. പിന്നീട് അറിയാം, കൂടുതൽ സീനിയറായി വയസ്സ് കൂടി വരുന്ന സമയത്ത് ദേഷ്യം വർദ്ധിക്കുകയും മറ്റുള്ളവരോടൊക്കെ അകാരണമായി കോപാകുലരാകുന്നൊക്കെ അവസ്ഥയിൽ നിന്ന് മനസ്സിനെ നിയന്ത്രിക്കാനും ശാന്തമാക്കാനും ഈ മെഡിറ്റേഷൻ വഴി നമുക്ക് സാധിക്കും. അത്തരം സിറ്റുവേഷനെ 1 മിനിറ്റ് കണ്ണടച്ച് ഈ ഒരു വ്യായാമം ചെയ്യുന്നതിലൂടെ നമ്മുടെ വരുതിയിലാക്കാം. അപ്പൊ അതിന്റെ ബെനിഫിറ്റുകൾ മനസ്സിലാക്കി ചെയ്യാം. അൾഷിമേഴ്സ് പോലുള്ള മറവി രോഗമുള്ളവർക്ക് തുടക്കത്തിൽ 60 to 1 റിവേഴ്സ് കൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ പതിയെ ആ ഫീഡ്ബാക്കുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓർമ്മശക്തി വർദ്ധിക്കാനും എന്തിനാണ് ഞാൻ ഫോൺ എടുത്തത് എന്ന് മനസ്സിലാക്കാം. പിന്നീട് ഓർമ്മയിലേക്ക് കടന്നു വരുന്ന അവസ്ഥയൊക്കെ ഷോർട്ട് മെമ്മറി എന്ന് പറയും, അത് മാറാനും സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മൈൻഡ് പവർഫുൾ ആക്കുന്ന എക്സസൈസ് ആണ് 60 to 1. റെഡി?
ഓപ്പൺ യുവർ ഐസ്. ഇതാണ് മെക്സവന്റെ 21 എക്സസൈസുകൾ നിങ്ങൾ ചെയ്തു. ഇവിടുത്തെ സംഘാടകർ ഫേസ് മസാജ് 20 എക്സസൈസ് ചെയ്തു. ഇനി നമ്മൾ ഫേസ് മസാജിലേക്കാണ് കടക്കുന്നത്. നമുക്കറിയാം, ഇത്തരം വ്യായാമങ്ങളൊക്കെ ചെയ്ത് ശാരീരികമായും മാനസികമായും ശക്തി പ്രാപിച്ച നമ്മുടെ മുഖത്ത് നോക്കിയാലും അതിൻ്റെ ഒരു പ്രകാശവും അതിൻ്റെ ഒരു വെളിച്ചവും തെളിച്ചവും കാണണം. എന്തുകൊണ്ടാണ് യൂണിഫോം ഇട്ട ആളുകൾ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് എക്സസൈസ് ചെയ്യുന്ന വ്യായാമം ചെയ്യുന്ന സംഭവമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് പോലെ നമ്മുടെ മുഖത്ത് നോക്കിയാലും ആളുകൾ ചോദിക്കണം, എന്താണ് നിനക്കൊരു മാറ്റമെന്ന്. അപ്പോൾ ഈ എക്സസൈസ് വഴി നമ്മുടെ കൈകളെ രണ്ടും നന്നായി അദ്ദേഹം ഡെമോ കാണിക്കും. ആ കൂടെ ഞാനത് വിശദീകരിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക. കൈകളെ നന്നായി ചൂടാക്കിയെടുത്ത് ആ ചൂടായ കൈത്തലത്തെ നന്നായി ചൂടാക്കിയെടുക്കുക. കൈപ്പത്തി ചൂടാക്കിയിട്ട് ആ ചൂട് നമ്മൾ കണ്ണിലെ മുകളിലേക്ക് പകരുകയാണ്. കണ്ണിന് മുകളിലേക്ക് പകർന്ന് കണ്ണിലെ നരമ്പുകളെ ഗ്രന്ഥികളെയൊക്കെ ഉത്തേജിപ്പിച്ചതിന് ശേഷം മൂക്കിന് മുകൾ ഭാഗത്ത് നന്നായി 2-3 പ്രാവശ്യം മെല്ലെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് ആ ചൂടുള്ള കൈത്തലം കൊണ്ട് മുഖത്തെ പതിയെ മുകളിലോട്ട് തലോടി കൊടുത്തിട്ട് തലക്ക് പിറകിലൂടെ എടുത്ത് വീണ്ടും മൂക്കിന് മുകൾ ഭാഗം നന്നായി മസാജ് ചെയ്തെടുത്ത് അതേ അതൊന്നുകൂടി വീണ്ടും ആവർത്തിച്ചു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി മുകളിൽ മസാജ് ചെയ്തു. മുഖത്തെ പതിയെ മുകളിലോട്ട് തടവി കൈകളെടുത്ത് ഇനി കണ്ണിന് മുകളിൽ ഒരു 3 പ്രാവശ്യം മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് ഒഴിഞ്ഞെടുക്കുന്ന ഒരു എക്സസൈസ് ആണ്. നമ്മളെ കൊളോജൻ വർദ്ധിക്കാൻ, അതേപോലെ മുഖത്തെ ചുളിവുകൾ മാറാനും. കൗണ്ടിങ് സംഘാടകർ ഇതിന്റെ ഇടയിൽ ചെന്നിട്ട് കൈകൾ നന്നായി ചൂടാക്കിയെടുക്കുക, നന്നായി ഉരതിയെടുക്കുക. സെക്കൻഡ്, ആ ചൂടായ കൈത്തലം കണ്ണിലേക്ക് പകരുക. അതിനുശേഷം മൂക്കിന് മുകൾ ഭാഗം ചെറുതായി 2 പ്രാവശ്യം മസാജ് ചെയ്യുക. നടുവിരൽ ഉപയോഗിച്ച് പിന്നീട് മുഖത്തെ മുകളിലോട്ട് തടവി എടുത്തു വീണ്ടും അതിനുശേഷം പതിയെ വീണ്ടും മുകളിലോട്ട് ഉയർത്തി പതിയെ താഴോട്ട് കൊണ്ടുവന്നു. വീണ്ടും മൂക്കിന് മുകൾ ഭാഗത്ത് മസാജ് ചെയ്ത് വളരെ സാവധാനത്തിലാണ് ചെയ്യേണ്ടത്. മെല്ലെ ചെയ്തെടുത്ത് വീണ്ടും കണ്ണിന് മുകളിൽ ഒരു 3 പ്രാവശ്യം തലോടി എടുക്കുക. കാരണന്മാർ പറഞ്ഞാല് മുഖത്താണ് കളി, നല്ല മതി, സ്പീഡ് കൂട്ടണ്ട. അതുമല്ല, വളരെ സാവധാനത്തിലാണ് നിങ്ങൾ മുഖത്ത് ഈ മസാജ് ചെയ്യേണ്ടത്. പതിയെ കൈകൾ നന്നായി ചൂടാക്കിയെടുക്കുക. ഒരുപാട് ബെനിഫിറ്റുള്ള എക്സസൈസ് ആണ് എന്ന ബോധത്തോടു കൂടി നിങ്ങൾ ചെയ്യാൻ. കണ്ണിലേക്ക് ചൂട് പകരുക. പതിയെ നിങ്ങളെ കണ്ണിന് 2 ഭാഗത്ത് മസാജ് ചെയ്തിട്ട് ക്ലിയറാക്കി എടുക്കുക. നിങ്ങളെ മുഖത്തിന് കൊളോജൻ വർദ്ധിച്ച് അതുവഴി നിങ്ങളെ മുഖത്തിന്റെ ചുളിവുകൾ മാറാനും ശിശിരങ്ങൾ മാറാൻ, തിളക്കം വർദ്ധിക്കാൻ, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനൊക്കെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട എക്സസൈസ് കണ്ണിന് മുകളിൽ മസാജ് ചെയ്തെടുക്കുക. അടി നായിച്ചെടുത്ത് എടുക്കുക. വളരെ എഫക്റ്റീവായി വളരെ എഫക്റ്റീവായ എക്സസൈസ് ആണ്. വളരെ സിമ്പിൾ ആണ്. എന്നാൽ 4 സ്റ്റേജായിട്ട് നമ്മൾ ചെയ്യുന്ന എക്സസൈസ് ആണ്. അപ്പോൾ ബെനിഫിറ്റ് മനസ്സിലാക്കുകയും ഗുണങ്ങളെ ഉള്ള ബോധ്യത്തോടു കൂടി ഇത് ചെയ്ത് നിങ്ങൾക്കൊക്കെ പിന്നീടും ചെയ്ത് നോക്കാവുന്ന ചെയ്യാവുന്ന എക്സസൈസ് ആണ്. ഈ രാവിലെ ഇവിടെ വന്നപ്പോൾ മാത്രം ചെയ്ത് നിർത്തണ്ട. ഇങ്ങനെയുള്ള സിമ്പിൾ എക്സസൈസ് ഒക്കെ പ്രാക്ടീസ് ചെയ്താൽ. ഏതായാലും താങ്ക് യു. അത് എണ്ണല്ല, നിങ്ങൾ പെണ്ണിക്കോളി പറഞ്ഞു എണ്ണം കിട്ടി 805. അതൊക്കെ മൊത്തം കൂട്ടണം എല്ലാവരും കൂട്ടിയിട്ട് കൗണ്ടിങ് ഒക്കെ പറയും. ഇപ്പൊ ഇനി നമ്മൾ 21 വ്യായാമങ്ങൾ, മെക്സവൻ എക്സസൈസിന്റെ 21 വ്യായാമങ്ങളും അതിന്റെ ബെനിഫിറ്റുകളും നിങ്ങൾ ഇവിടെ ചെയ്തു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങോട്ട് അതോടൊപ്പം 1255 ആളുകൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് എന്ന വീണ്ടും ആരോഗ്യം. അങ്ങനെ ക്ലാപ്പിങ്ങിലൂടെ സന്തോഷം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സൗണ്ടിന് വേണ്ടി അല്ല, കൈയുടെ മർമാഗ്രങ്ങളെല്ലാം ചേരുന്ന കൈപ്പത്തിയെ പൂർണ്ണമായും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാപ്പിംഗ് ചെയ്യുന്നത്. മനസ്സിനെ ഉത്തേജിപ്പിക്കുന്ന, ദുഃഖം മറക്കുന്ന ചെയ്യുക.
മഞ്ചേരി നഗരസഭയ്ക്ക് നമ്മൾ കൊടുക്കുന്നു. റെഡി, ടേക്ക് യുവർ പൊസിഷൻ. കൂടുതൽ നമ്മൾ MLA ഉണ്ടല്ലോ. ആ MLA സാറിനും കൂടെയുള്ള പ്രത്യേക ലത്തീഫ് സാർ ഇവിടെ ലത്തീഫ് സാർ കൂടെ 1 to 5 1 2 3 4 3 5 അതേ പൊസിഷൻ. ആ 1 2 3 4 5 5 5 താങ്ക് യു. ഒരു സന്തോഷ വാർത്ത ഇവിടെ ഉണ്ട്. ഡിസ്ട്രിക്ട് ജഡ്ജി, ജില്ലാ ജഡ്ജി അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ സ്റ്റേജിൽ എത്തിച്ചേരും. നിങ്ങൾ അതേ പൊസിഷനിൽ തന്നെ നിൽക്കുക. കുറച്ച് സമയം പെട്ടെന്ന് പരിപാടികൾ അവസാനിപ്പിക്കാം. 2012 പ്രിയപ്പെട്ട ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാറ് അദ്ദേഹത്തിന്റെ നാട്ടുകാർക്ക് വേണ്ടി കൊണ്ടോട്ടി തുറക്കലിൽ അദ്ദേഹത്തിന്റെ മിലിറ്ററി ജീവിതത്തിന് ശേഷം റിട്ടയർമെന്റ് ചെയ്ത് വന്നപ്പോ തന്റെ നാട്ടുകാർക്ക് ബെനിഫിറ്റ് ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി നാട്ടുകാർ സ്നേഹത്തോടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ജൈനനും ബുദ്ധനും ഒക്കെ അടങ്ങുന്ന ഒരു പൊതു സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ എല്ലാവരും ചേർന്ന് നിൽക്കേണ്ടവരും ആധുനിക ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ, മറ്റ് പ്രയാസങ്ങൾ, ഒറ്റപ്പെടൽ, മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഡിസൈൻ ചെയ്തെടുത്ത് നമ്മുടെ മുഹമ്മദ് ഷാ സാറെ പോലെ അദ്ദേഹത്തിനോട് ചേർന്ന് ഒരുപാട് പേര് നിന്ന് 10 വർഷത്തെ നിരന്തര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൊടുവിലാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുകയും പ്രതിപാദിക്കുകയും ചെയ്ത ചായയും കടിയൊക്കെ ഒരുക്കിയിട്ടുണ്ട് സംഘാടകർ. നിങ്ങൾ അവരെ നിരാശപ്പെടുത്തരുത് കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് വേണം പോകാൻ. പരിപാടി പെട്ടെന്ന് അവസാനിക്കും. ഈ എക്സസൈസ് ഇന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷയേകാൻ സഹായിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് മഞ്ഞണിഞ്ഞ ഈ പ്രഭാതത്തിൽ മഞ്ചേരിയിലെ മൈതാനത്തിൽ 1250 പരം ആളുകൾ ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഈ നഗരസഭ പോലെ, ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തെ പോലെ, ഇവിടുത്തെ മറ്റുള്ള ആളുകളെ പോലെ ജനകീയമായി ജനങ്ങളെ ഏറ്റെടുത്ത ആരോഗ്യ സംസ്കാരത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇത് നെഞ്ഞേറ്റുക. നിങ്ങൾ ഓരോരുത്തരും ഇതിന്റെ ബ്രാൻഡ് അംബാസഡറുമായി ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നമുക്കറിയാം 40ഉം 50ഉം 60ഉം വയസ്സ് കഴിഞ്ഞ ആളുകളാണ് ഇതിലേക്ക് കടന്നു വരുന്നവരിൽ അധികവും. പലരും തങ്ങളുടെ ഊർജവും തങ്ങളുടെ സമയവും തങ്ങളുടെ ആയുസ്സും ചിലവഴിച്ച് സമ്പാദിച്ച സമ്പാദ്യങ്ങളെ എല്ലാം പിന്നീട് അസുഖങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നമുക്ക് വേണ്ടത് 5 സ്റ്റാർ ഹോസ്പിറ്റലുകളോ ഡയാലിസിസ് സെന്ററുകളോ അല്ല, മറിച്ച് ആരോഗ്യമുള്ള ഒരു ജീവിതം. 6 വയസ്സുകാരനും 100 വയസ്സുകാരനും ചെയ്യാവുന്ന ലളിതമായ യോഗയും എയറോബിക്കും ഫിസിയോതെറാപ്പിയും ഡീപ് ബ്രീത്തിങ്ങും അക്യുപ്രഷറും മെഡിറ്റേഷനും മസാജിങ്ങും അടങ്ങിയ ഈ എക്സസൈസ് വഴി നിങ്ങളെ ശരീരത്തെ ഫിറ്റാക്കാനും അതിലുപരി ജാതി മത രാഷ്ട്രീയ സംഘടനാ വ്യത്യാസമില്ലാതെ നാം ഇങ്ങനെ ഓരോ പ്രഭാതത്തിലും തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസിക ആരോഗ്യവും നമുക്ക് 100 വയസ്സ് വരെ ആരോഗ്യത്തോടു കൂടി പരാശ്രയമില്ലാതെ ഞാൻ എൻ്റെ കുടുംബത്തിനും എൻ്റെ നാടിനും ഈ സമൂഹത്തിനും ഭാരമാവില്ല എന്ന് തെളിയിച്ച് ജീവിക്കാനുള്ളതാണ്. നിങ്ങൾ കടന്നു വരിക. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇതൊരു ആരോഗ്യ സംസ്കാരമായി ലോകത്തിന് ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ ലോക സമൂഹത്തിനായി അദ്ദേഹം സമർപ്പിച്ചതാണ്. ഏത് സംഘടനക്കാർക്കും ഏത് രാഷ്ട്രീയക്കാർക്കും വീടിനകത്തോ പുറത്തോ മൈതാനിയിലോ ചേർന്ന് ചെയ്യാവുന്ന ലളിതമായ സൗജന്യമായ ജനകീയ വ്യായാമത്തിന്റെ ഉപജ്ഞാതാവിന് ഒരു ക്ലാപ്പിംഗ് കൊടുക്കണം പ്രിയപ്പെട്ട ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാർ എന്ന് പറഞ്ഞുകൊണ്ടും ഇവിടെ സന്നിഹിതരായ MLA-മാരെയും നേതാക്കൾക്കും ജില്ലാ ജഡ്ജി സാർ അടക്കം ഇവിടെ എത്തിയ എല്ലാവർക്കും ഒരു നല്ല ക്ലാപ്പിംഗ് നിങ്ങൾ കൊടുക്കണം. എല്ലാവരെയും ഈ പരിപാടി സംഘടിപ്പിച്ചതിന് അഭിമാനിച്ചുകൊണ്ട് ഈ ലോകം തലമുറകൾ ഓർക്കുന്ന മഹത്തായ ഒരു സംസ്കാരത്തിനാണ് ലോകത്തിന് നിങ്ങൾ മാതൃകയായത്. ഗവൺമെന്റും ലോകവും ഏറ്റെടുത്ത് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നല്ലൊരു ദിനം നേരുന്നു. നന്ദി. ജയ് ഹിന്ദ്. ഏറെ ബഹുമാനായ മഞ്ചേരിയുടെ പ്രിയപ്പെട്ട ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായിട്ടുള്ള പ്രിയപ്പെട്ട ജില്ലാ ജഡ്ജി ശരൺകുമാർ സാർ, പ്രിയപ്പെട്ട നഗരസഭാ ചെയർപേഴ്സൺ സുബൈദ അടക്കമുള്ള പ്രിയപ്പെട്ടവരെ സഹപ്രവർത്തകർ, ഏറെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടി നമ്മളൊക്കെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നു.
നമ്മളെ സംബന്ധിച്ചിടത്തോളം നിത്യേന നമ്മളെല്ലാവരും കേൾക്കുന്നതും കാണുന്നതും ഇളം തലമുറയിൽ പോലും പെട്ടെന്നുള്ള മരണം നമ്മളെയൊക്കെ വല്ലാതെ നിരാശപ്പെടുത്തുകയാണ്. നമ്മുടെയൊക്കെ ഭക്ഷണ രീതി, നമ്മുടെയൊക്കെ ആരോഗ്യ പരിപാലനം അത്രത്തോളം മോശമായി പോകുന്ന ഈ സമയത്ത് കൊണ്ടോട്ടിയിലെ തുരക്കൽ എന്നൊരു ചെറുഗ്രാമത്തിൽ പ്രിയപ്പെട്ട റിട്ടയർഡ് പട്ടാള ഉദ്യോഗസ്ഥൻ സലാഹുദ്ദീൻ സാറ് തുടങ്ങി വെച്ച ഒരു വലിയ മാതൃകയാണ് ഇന്ന് മഞ്ചേരി പട്ടണം ഏറ്റെടുക്കാൻ പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പട്ടണകുളത്തെ പ്രിയപ്പെട്ട നിർമ്മാണ മുഹമ്മദ് സാഹിബിന്റെ ഒക്കെ നേതൃത്വത്തിൽ ചെറുതായി അവിടെ തുടങ്ങിയപ്പോഴാണ് ഞങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞത്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ഇതിലെ മെമ്പർമാരായ ഞങ്ങളുടെ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കണ്ണീൻ അബൂബക്കറും അതുപോലെ തന്നെ കൗൺസിലർ ഹുസൈനാജിയും ഒക്കെ ഇവിടെ പുല്ലൂരിനടുത്തുള്ള സ്ഥലത്ത് പോയി ഇതിൽ പങ്കെടുത്ത് അതിൽ അംഗങ്ങളായപ്പോഴാണ് പ്രിയപ്പെട്ട ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇതൊരു ഗൗരവത്തോടു കൂടി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണമാണ്. പ്രിയപ്പെട്ട റഹീം ആള് ചെറുതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ബുദ്ധി വളരെ വലുതാണ്. നമുക്കറിയാം, ഇതിനു മുൻപും ജില്ലാ ജഡ്ജി ഞങ്ങളുടെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നു. ആയിരക്കണക്കിന് ആളുകളെ മഞ്ചേരി IGBT ബസ് സ്റ്റാൻഡിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രമാത്രം ആളുകളെ നിർത്തിക്കൊണ്ട് അന്ന് ആരോഗ്യ ശുചിത്വ രംഗത്ത് ഒരു മാറ്റ് മഞ്ചേരി നഗരസഭ ഉണ്ടാക്കി. ഇവിടെയും മെക്സവനും മഞ്ചേരി നഗരസഭയും ചേർന്ന് ഒരു പുതിയ രൂപത്തിലും ഭാവത്തിലും ആരോഗ്യപ്രഭ എന്ന പേരിൽ ഒരു വലിയ കാഴ്ചപ്പാട് കാണുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു റിട്ടയർഡ് പട്ടാള ഉദ്യോഗസ്ഥൻ തൻ്റെ നാട്ടുകാരുടെ ആരോഗ്യത്തെ മാത്രം ആലോചിച്ച് ഉണ്ടാക്കി രൂപകൽപ്പന ചെയ്ത ഈ ഒരു എക്സസൈസ് മെക്സവൻ എന്ന ഈ എക്സസൈസ് ഇന്ന് 500ഓളം ഇന്ത്യയിലും കേരളത്തിലും ഇന്ത്യയുടെ പുറത്തും ഒരു വലിയ പ്രതീക്ഷ, ഒരു ശുഭപ്രതീക്ഷയിലാണ് മഞ്ചേരി നഗരസഭയിലെ ഭരണസമിതി. ഇവിടെ രാഷ്ട്രീയമില്ല. ഞങ്ങൾ 50 കൗൺസിലർമാരും ഒരുമിച്ചാണ് പ്രിയപ്പെട്ട ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കഴിഞ്ഞ മഞ്ചേരി നഗരസഭ കൗൺസിലിൽ വെച്ച് പറഞ്ഞപ്പോൾ 50 കൗൺസിലർമാരും ഒരുമിച്ച് 2 കൈ നീട്ടി കൈയടിച്ച് അതിനെ സ്വീകരിച്ച് ഇത്രയും വലിയ ഒരു പരിപാടി നടത്താൻ ഞങ്ങൾ മുന്നോട്ട് വന്നത് ഇത് അതുകൊണ്ട് തന്നെയാണ്. മഞ്ചേരി നഗരസഭയുടെ 5 സ്ഥലങ്ങളിലാണ് ഞങ്ങളിത് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പട്ടക്കുളത്ത് ഇപ്പോൾ ചെറുതായി നടക്കുന്നുണ്ട്. അതോടൊപ്പം സ്ത്രീകൾക്ക് വേണ്ടി പുല്ലൂരും ചരണിയിലും നെല്ലിക്കുത്തും IGBTയിലുമൊക്കെ ഇതിൻ്റെ ബ്രാഞ്ചുകൾ നാളെ മുതൽ ആരംഭിക്കും. IGBT നാളെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രിയപ്പെട്ട ഹുസൈനാജി ഇവിടെ അറിയിച്ചത്. ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ഒരു പുതിയ ഒരു ദിശാബോധം, ഇവിടെ പുതിയ ഒരു എന്താ പറയുക ആരോഗ്യ പ്രഭ നമുക്ക് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് UL സാഹിബ് അവരുകളാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ മുഖ്യാതിഥി നമുക്കറിയാം ഒരു ജില്ലാ ജഡ്ജി അവിടെയാണ് നമ്മളൊക്കെ കാണേണ്ടത്. ഞങ്ങൾ ആരോഗ്യപരമായ എന്ത് കാര്യങ്ങൾ, ശുചിത്വപരമായ എന്ത് കാര്യങ്ങൾ പറഞ്ഞാൽ അതിനെ 2 കൈയും നീട്ടി സ്വാഗതം ചെയ്യുന്ന പ്രിയപ്പെട്ട ജില്ലാ ജഡ്ജി. പ്രവർത്തകരോട് പറയുമ്പോൾ എവിടെ നിൽക്കുന്ന മനുഷ്യനാണ്. പക്ഷെ ഒരു സാധാ പ്രവർത്തകനെ പോലെ ഒരു പൗരൻ എന്നതിലുപരി ഒരു നാടിന്റെ ഐക്യത്തിനും ഒരു നാടിന്റെ ആരോഗ്യത്തിനും ശുചിത്വത്തിനും വേണ്ടി അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രിയപ്പെട്ട സനൽകുമാർ സാർ ഞങ്ങളോടൊപ്പമുണ്ട് എന്നുള്ളത് മഞ്ചേരി നഗരസഭയ്ക്ക് ഏറെ അഭിമാനമുണ്ട്. അദ്ദേഹത്തോടുള്ള വലിയ ഒരു ആദരവ് ഇവിടെ ഞങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഇതിൻ്റെ ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ മെക്സവന്റെ അംഗങ്ങളെയും മഞ്ചേരി നഗരസഭയ്ക്ക് വേണ്ടി ഹൃദയത്തെ തൊട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ചെയർപേഴ്സണെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. വേദിയിൽ ഇന്നത്തെ ആരോഗ്യപ്രഭ വ്യായാമം ഉദ്ഘാടനം ചെയ്യാനെത്തിച്ചിട്ടുള്ള ബഹുമാനായ ഡോക്ടർ UL ജില്ലാ ജഡ്ജി, മഞ്ചേരി നഗരസഭയുടെ വൈസ് ചെയർമാൻ VP ഫിറോസ് അടക്കം സഹ കൗൺസിലർമാരെ, വേദിയിലും സദസ്യങ്ങളുമുള്ള മെൻസവൻ വ്യായാമത്തിലുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മൾ മഞ്ചേരി നഗരസഭ ശുചിത്വം, മാലിന്യ സംസ്കരണം, ആരോഗ്യം എന്നീ മേഖലയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ നേതൃത്വത്തിൽ നഗരസഭ നടപ്പിലാക്കുന്ന വിവിധ പരിപാടികളിൽ
നമുക്കറിയാം ശുചിത്വത്തിന് വേണ്ടി നമ്മൾ നടത്തിയ ആവേശം എന്നൊരു പരിപാടി നമ്മളെ ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജും ജില്ലാ അന്ന് അതിൽ ഇനി തുടർന്ന് ജീവിതശൈലി രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിന് നമ്മുടെ നാട്ടിലുള്ള പൊതുജനങ്ങൾക്ക് 10 വയസ്സിന് മുകളിലും വ്യായാമങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. ആരോഗ്യപ്രഭ എന്ന പേരിലാണ് മഞ്ചേരി നഗരസഭ ഇത് നടപ്പിലാക്കുന്നത്. ഇത് നമ്മൾ വിവിധ മേഖലകളിലായിട്ടാണ് ചെയ്യുന്നത്. GBTയിലും അതുപോലെ സ്ത്രീകൾക്ക് പുല്ലൂരും അതുപോലെ നെല്ലിക്കുത്തും ആണ് നമ്മൾ ഇത് നടപ്പിലാക്കുന്നത്. തുടർന്നും ഇതിന് എല്ലാ നേതൃത്വവും മഞ്ചേരി നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാവും. പ്രത്യേകം ഇതിൽ അഭിനന്ദിക്കേണ്ടത് മെൻസവൻ അതുപോലെ നെല്ലിക്ക TG വരും നമ്മളുടെ കൂടെ ഇതിന് മുൻകൈ എടുത്ത് വന്നതുകൊണ്ടാണ് നമുക്ക് ഇതുപോലൊരു പരിപാടി നടത്താൻ സാധിച്ചത്. അവരെ പ്രത്യേകം മഞ്ചേരി നഗരസഭയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA ആദരപൂർവ്വം ക്ഷണിച്ചുകൂടി നിർത്തുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി എം സുബൈദ, ബഹുമാനപ്പെട്ട മഞ്ചേരി ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് അവർ, വൈസ് ചെയർമാൻ, പ്രിയപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഒരുക്കുന്ന ബഹുമാനരെ, സ്നേഹമുള്ളവരെ, മഞ്ചേരി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഇടയിൽ ഇവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യ രംഗത്ത് പോലും ശ്രദ്ധിക്കുന്ന ഒരു പുതിയ കാലത്തിന് മുമ്പോട്ട് നിൽക്കുകയാണ്. അതായത് 21 എക്സർസൈസ് ഇവിടെ എല്ലാവർക്കും അത് ചെയ്യുന്നത് നമുക്കറിയാം. ഇവിടെ ആരോഗ്യ ജീവിതശൈലി രോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നത് ശരിയായ വ്യായാമം ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് ഇവിടുത്തെ എല്ലാ ഡോക്ടർമാരും പറയുന്നു. പക്ഷേ നമ്മൾ പല ആളുകൾ ശ്രദ്ധിക്കാറില്ല. അത് ശ്രദ്ധിക്കുന്നതിന് വേണ്ടി മുമ്പോട്ട് വന്ന മഞ്ചേരി നഗരസഭയെ, അതിൽ ചെയർപേഴ്സണെയും പ്രിയപ്പെട്ട ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രൈം കൗൺസിലറെയും അഭിനന്ദിക്കുകയാണ്. നാളെ മുതൽ 5 സ്ഥലങ്ങളിൽ ഇത് ആരംഭിക്കുമെന്ന് പറയുന്നു. മഞ്ചേരി IGBT ആദ്യം തന്നെ നടക്കുന്നുണ്ട്. അവിടെ നടക്കുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും നടക്കുന്ന ആളാണ്. അവിടെ ഈ എക്സസൈസ് ഒരു പകുതി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ വിപുലമായി ഇവിടെ ആരംഭിക്കും. ഞാൻ അദ്ദേഹവുമായി സംസാരിക്കുന്നില്ല. ഇതിൻ്റെ ഔപചാരികമായി അടുത്തതായി നമ്മുടെ മഞ്ചേരി നഗരസഭയുടെ എല്ലാ പ്രവർത്തനത്തിലും നമ്മോടൊപ്പം നിൽക്കുന്ന ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജിയെ ആദരപൂർവ്വം ക്ഷണിച്ചു. ബഹുമാനന MLA, നഗരസഭ ചെയർപേഴ്സൺ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ബി, കൗൺസിലർ പ്രേമ, പ്രിയമുള്ള ആരോഗ്യദായകരായി വന്നിട്ടുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ മഞ്ചേരി നഗരസഭയുടെ ഈ പരിപാടി ആരോഗ്യപ്രഭ കേരളപ്രഭയായി മാറട്ടെ എന്ന് ഞാൻ പറയുന്നത്. ആരോഗ്യപരമായ ഒരു സമൂഹം സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സമ്പത്താണ്. രോഗികളായ ആൾക്കാരെ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ശ്രദ്ധയാർന്ന ഈ കാഴ്ചപ്പാട് സമമാർഗദീപമായി വളരട്ടെ എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങൾക്കും ഞാനും പങ്കാളികളാകുന്നതായിരിക്കും. പ്രത്യേകിച്ച് മെക്സവനെ ഞാൻ ഈ സമയത്ത് ഒരിക്കൽ കൂടി അവരുടെ ഈ പ്രവർത്തനത്തെ ഒന്ന് ശ്ലാഘിക്കാൻ ശ്രമിക്കുന്നു. എല്ലാ നല്ല പരിപാടിക്കും അവർ നമ്മുടെ കൂടെ ഉണ്ട്. ഏത് പരിപാടിക്കും അവരുടെ കൂടെ ഉണ്ടാകും. സമൂഹത്തിലെ ഒരു ഐശ്വര്യമാണ് ഈ മെക്സവൻ. അങ്ങനെ വരട്ടെ എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയിക്കുന്നു. പ്രമുഖ സീരിയൽ നടനും സിനിമാ നടനുമൊക്കെയായ പ്രിയപ്പെട്ട ഷാനവാസ് നമ്മോട് സംസാരിക്കും. മഞ്ചേരി നഗരസഭയുടെ ആരോഗ്യ രംഗത്തുള്ള എല്ലാ കാര്യങ്ങളുടെയും ബ്രാൻഡ് അംബാസിഡർ പ്രിയപ്പെട്ട ഷാനവാസാണ്. താങ്ക് യു. അടുത്ത പ്രാവശ്യം നഗരസഭ ഇതുപോലൊരു വേദി ഒരുക്കുമ്പോൾ മെക്സവൻ എന്ന ഈ ഹെൽത്ത് ക്ലബിന് ഈ ഗ്രൗണ്ട് നിറക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി വൈസ് ക്യാപ്റ്റൻ മുഹമ്മദ് ഷാ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചു. നമ്മുടെ മെക്സവന്റെ ജേഴ്സി പ്രിയപ്പെട്ട MLA UA ലത്തീഫ് സാഹിബ് ജഡ്ജി സാറിന് നൽകി അദ്ദേഹത്തിന് നമ്മുടെ സ്നേഹാഭിവാദ്യങ്ങൾ നൽകുന്നു. എല്ലാവരും ഒന്ന് കൈയെടുക്കും, നല്ലൊരു കൈയെടുക്കും.
താങ്ക് യു സാർ, താങ്ക് യു. ഒരുപാട് ഊർജ്ജം പകരുന്ന വാക്കുകളുമായി നമുക്ക് ആവേശം നൽകിയ സാറിന് ഒരു കയ്യടിയോട് കൊടുക്കണം എന്ന് എൻ്റെ അഭിപ്രായം. ഇവിടെയുള്ള കോർഡിനേറ്റർമാർക്കുള്ള മെഡൽ ഡിസ്ട്രിക്ട് ജഡ്ജി നൽകുന്നതാണ്. അതിനുവേണ്ടി ആദരപൂർവ്വം അദ്ദേഹത്തെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പേര് വിളിക്കുന്ന കോർഡിനേറ്റർമാരെയും ക്ഷണിക്കുകയാണ്. അത് പിന്നെ ഈ MLA സാർ ഒരു പിന്നെ പൊന്നാട അണിക്കുന്ന മുഹമ്മദ് സാർ ഒന്ന് വായിക്കും. കഴിഞ്ഞു. അടുത്ത അടുത്തായിട്ട് നമ്മളെ ബ്രാൻഡ് അംബാസഡറും ഈ അടുത്ത് ഡോക്ടറേറ്റ് ബിരുദം നേടിയ അറക്കൽ ബാബ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അത് MLA സാർ ആദരിക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മുടെ കൗൺസിലിംഗും മോട്ടിവേഷൻ ട്രെയിനറുമായ മുഹമ്മദ് ഷാഫി കളത്തിങ്ങലിനെ ജില്ലാ ജഡ്ജി ബഹുമാനപ്പെട്ട സനൽകുമാർ സാർ ആദരിക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മളെ സോൺ 3യുടെ കോർഡിനേറ്ററായ സർഫ് മോഹം അദ്ദേഹത്തെ ചെയർപേഴ്സൺ VM സുബൈദ സർഫ് സാറിന് ജില്ലാ ജഡ്ജി സനൽകുമാർ സാർ ആദരിക്കുന്നു. അത് ഷമീർ മാനു സോൺ 3 ചീഫ് ട്രെയിനർ. ആരോഗ്യ ചെയർമാന് ജില്ലാ ജഡ്ജി ആദരിക്കുന്നു. അടുത്തത് സോൺ 3യുടെ ഏരിയയുടെ കോർഡിനേറ്ററായ ജാഫറിനെ ജില്ലാ ജഡ്ജി അടുത്തത് മോഹനൻ പൂക്കോട്ട ഏരിയ കോർഡിനേറ്റർ അദ്ദേഹത്തെ ജില്ലാ ജഡ്ജി ആദരിക്കുന്നു. MLA ആദരിക്കുന്നു. ബഹുമാനപ്പെട്ട ഇതിലെല്ലാം നേതൃത്വം നൽകിയ ചെയർപേഴ്സൺ VM സുബൈദ അവരുടെ ബഹുമാനപ്പെട്ട MLA ആദരിക്കുന്നു. അമീൻ പുല്ലാര ഏരിയ കോർഡിനേറ്റർ അദ്ദേഹത്തെ MLA ആദരിക്കുന്നു. മനാഫ് മലപ്പുറം ടൗൺ ഏരിയ കോർഡിനേറ്റർ അദ്ദേഹത്തെ MLA ആദരിക്കുന്നു. മൊയ്തീൻ കോടൂർ ഏരിയ കോർഡിനേറ്റർ MLA ആദരിക്കുന്നു. ഹബീബ് മാസ്റ്റർ ആനക്കം ഏരിയ കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട സുബൈദ മേഡത്തിന് അതിലൂടെ ക്ഷണിച്ചോളൂ. MK ഷൗക്കത്തലി മഞ്ചേരി ഏരിയ കോർഡിനേറ്റർ. ഈ മഞ്ചേരിയിലെ ഈ മത്സരം നടന്ന ഇവിടുത്തെ കോർഡിനേറ്റർ MK ഷൗക്കത്തലിയെ ആദരവോടെ ക്ഷണിക്കും. സുബൈദ VM സുബൈദ ചെയർപേഴ്സൺ ആദരിക്കും. നിലമ്പൂർ ഏരിയ കോർഡിനേറ്റർ യുവനസിനെ മേച്ചേരി കൗൺസിലർ മേച്ചേരി ഹുസൈൻ ആജി ആദരിക്കുന്നു. മുഹമ്മദ്
അടുത്തത് പൂക്കോത്തൂർ ഏരിയ കോർഡിനേറ്റർ ആയിട്ട് സാദിഖ് അലി മാസ്റ്ററെ ആദരിക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടുത്തത് പൂക്കോത്തൂർ ഏരിയ കോർഡിനേറ്റർ സാദിഖ് അലി മാഷ ക്ഷണിക്കുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആദരിക്കുന്നു. നാഗരാജ് ഇനി അടുത്തത് മീഡിയ കോർഡിനേറ്റർ, അത് IT കോർഡിനേറ്റർ ആയിട്ട് നമ്മള് പിന്നെ സോൺ 3ന്റെ മുഹമ്മദ് അലി അയ്യൂബ് അല്ല രണ്ടാളും ക്ഷണിക്കാണ്. MLA സാർ കൊടുക്കും. അടുത്തത് പിന്നെ ഫൈസല്, അതേമാതിരി ട്രെയിനർ ഷെരീഫ് മീഡിയ MLA ഹാപ്പിനെസ് 7 minutes ഫോർ ഹാപ്പിനെസ് ഉണ്ട്. മുഹമ്മദ് സാറിന്റെ പ്രസംഗം കഴിഞ്ഞ ഉടൻ അഗ്രിമെന്റ് ഒന്ന് അടുത്ത് നിന്നുള്ള എല്ലാവരും ഏത് പ്രായക്കാർക്കും വളരെ സൗജന്യമായി ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മോചനം തേടുന്ന ഒരു പ്രക്രിയയാണ് മെക്സമൻ അഥവാ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 2000 ഒരു കാര്യം മനസ്സിലാക്കുന്നു, 2012 സലാഹുദ്ദീൻ എന്ന് പറയുന്ന അദ്ദേഹം തുടങ്ങിവെച്ചിട്ടാണ് 99 95 01 66 01. ഞാൻ വാട്സാപ്പിൽ പരിപാടി നമുക്കിവിടെ പരിപാടി അടുത്ത് നോക്കാൻ പറ്റും. നോക്കാം 2 മിനിറ്റ് ഒട്ടിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങളാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളെ വരുന്നത് ഏറ്റവും വലിയ ഫലപ്രദമായ പിന്നെ മുട്ടുവേദന, ഊരവേദന, ഉറക്കക്കുറവ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് രോഗങ്ങൾക്ക് അടിമപ്പെട്ട ആളുകൾക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു സൗകര്യമാണ്. ഒരു മുമ്പയും വേണ്ട, എല്ലാവർക്കും ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാനും നിങ്ങളോടൊപ്പം ചെയ്യാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് എവരിബഡി. ഗുഡ് മോർണിംഗ്. ഗിവ് എ സിംഗിൾ ക്ലാപ്പ്. വൺ മോർ. നമുക്ക് നമ്മള് 7 minutes of happinessന്റെ 71ാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലും വിദേശത്ത് അബുദാബിയിലും ജിദ്ദയിലും ദുബായിലും എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു എപ്പിസോഡ് ഓരോ സെഷനായിട്ട് ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഏതായാലും നമ്മൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ലൈഫ് സ്കില്ല് പറയുമ്പോൾ അതിൽ 10 ലൈഫ് സ്കില്ലിനെ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് സെഷനാണ് നമ്മൾ എന്ത് പറയുന്നത്
7 minutes of happiness. കാരണം കുറെ ആൾക്കാർ ചോദിച്ചു 7 minutes of happiness എന്ന് പറഞ്ഞാൽ എന്താണെന്നത്. അപ്പൊ അത് നിങ്ങൾ ആൻസർ ആയി. Give me one more clap. Okay, I will give you. നാളെ മുതൽ 6:30ക്കാണ് സമയം എന്ന് പറഞ്ഞു ഈ എക്സസൈസ് ഇവിടെ അല്ലേ? മെക്സവന്റെ എക്സസൈസ് നാളെ മുതൽ ഈ ഗ്രൗണ്ടിൽ കൃത്യം 6:30 ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇവിടെ എന്നും അറിയിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് ലൊക്കേഷൻ. ഓക്കെ, ഗിവ് മീ വൺ സിംഗിൾ ക്ലാപ്പ്. ഒറ്റ ക്ലാപ്പ്, ഒരൊറ്റ ക്ലാപ്പ്. വൺ മോർ. ഓക്കെ, നമുക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്ന സ്കില്ലുകൾ, അതിനാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 10 സ്കിൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അത് ജസ്റ്റ് ഒരു ഗെയിമിങ്ങിലൂടെ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് 7 minutes of happinessന്റെ ഇമ്പോർട്ടൻസ്. റെഡി പോലെ അവിടെ ഏതൊരു വണ്ടി മാറ്റാൻ പറയും മോട്ടോർ സൈക്കിളുകൾ റോഡ് സൈഡ് സ്കൂട്ടർ ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇടവഴിയിലേക്ക് ഏതൊരു സ്കൂട്ടർ ബ്ലോക്ക് ആയിട്ടുണ്ട്. കുറച്ച് സ്കൂട്ടർ ശ്രദ്ധിക്കേട്ടോ. ഓക്കെ, നോക്ക്, നമ്മുടെ ഹാപ്പിനെസ് ആരുടെ കയ്യിലാണുള്ളത്? നമ്മൾ ആരുടെ കയ്യിലാണ് ഹാപ്പിനെസ് ഉള്ളത്? ആരുടെ കയ്യിലാ? എന്നാ ഒരു ക്ലാപ്പ് കുടിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഹാപ്പിനെസ് ഒരു 10 പേരോടെങ്കിലും, ഈ കൂടിയിരിക്കുന്ന എല്ലാവരോടും ആർ യു ഹാപ്പി എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ തിരിച്ചു വരാനുള്ള സമയം നിങ്ങൾക്ക് 20 സെക്കൻഡ്. നിങ്ങൾ എന്താ ചോദിക്കേണ്ടത്? Are you happy? Your time start now. Only 20 seconds. Go and find. Shake hand. Are you happy? Go. Find. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. Come back. One അടുത്തേക്ക് വന്നേ. One more step. Come on. Thank you. Okay, I'm happy. Okay, നിങ്ങൾ 2-3 തരം കണ്ടീഷൻസ് അവിടെ നടന്നത്. ഒന്ന്, ചില ആളുകൾക്ക് ചോദിച്ച് വരണോ അത് ചോദിക്കേണ്ടത് കൺഫ്യൂഷൻ വന്നു. Am I right? വന്നൂല്ലേ? ഒരു ഡയലോഗ് പറയണോ വേണ്ടേ? അപ്പൊ അഗൈൻ ഒരു കൺഫ്യൂഷൻ വന്നു. ഇങ്ങനെ കൺഫ്യൂഷനായി നിങ്ങൾ എത്ര കാലം മാറി നിൽക്കുന്നോ അത്രയും കാലം നിങ്ങൾ ഒരു സ്റ്റെപ്പ് ബാക്കിലായിരിക്കും. 2 തരം പേഴ്സണാലിറ്റികൾ ഉണ്ട്. ഒന്ന് പ്രോട്ടോടൈപ്പ് ആണ്, 2 പ്രോ ആക്റ്റീവ് ആണ്. നിങ്ങൾ ഐഫോൺ വാങ്ങുന്ന സമയത്ത് ബേസ് മോഡലുണ്ട്, പ്രോ മോഡലുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഏത് മോഡലാ? പ്രോ മോഡലാണ് അല്ലെ? റൈറ്റ്. നിങ്ങൾ പ്രോ ആണോ? നിങ്ങൾക്ക് കപ്പാസിറ്റി അടിപൊളിയായിരിക്കും. നിങ്ങൾ നല്ല ഭർത്താവ് ആവണോ? നിങ്ങൾ നല്ല ഹസ്ബൻഡ് ആവണോ? നിങ്ങൾ നല്ലൊരു സോഷ്യൽ മെമ്പർ ആവണോ? നിങ്ങൾ കുറച്ച് സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ആദ്യത്തെ ടാസ്കിൽ നിങ്ങൾ കുറെ ആളുകൾ ആക്റ്റീവ് ആയി. ഇനി അഗൈൻ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തരികയാണ്. I will give you 20 seconds. 20 സെക്കൻഡ് ഞാൻ നിങ്ങൾക്ക് തരും. ഈ 20 സെക്കൻഡിൽ നിങ്ങൾ ഡയലോഗ് ഒന്നും പറയണ്ട. പക്ഷെ നിങ്ങൾ വലത് കൈ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഇടത് കൈ വേറെ ആൾക്ക് കൊടുത്തിരിക്കണം. ക്ലിയർ ആയോ? ഇപ്പൊ ഇയാൾക്ക് ഒരു വലത്തെ കൈ കൊടുക്കുകയാണെങ്കിൽ ഇയാൾക്ക് ഇടത്തെ കൈ കൊടുത്തിട്ടുള്ള ടാസ്ക് അടുത്തത്. Only 20 seconds. Your time starts now. Go. 20, 19, 18, 17, 16, 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. Okay, come back. Come on. നിങ്ങൾ അടുത്തിരുന്നേ. Yes. What you felt? ഇത് ചെയ്തപ്പോൾ എന്താ ഫീൽ ചെയ്തേ? Give me a single clap. One more clap. One more. ശരിക്കും നമ്മുടെ മനസ്സിന് പ്രായമുണ്ടോ? നോ. നമ്മളെ കൈയും കാലും ശരി അങ്ങനെ പോയപ്പോഴാണ് നമ്മൾ പ്രായമായത് അല്ലേ? മനസ്സിന് പ്രായമില്ല എന്ന് ഉറപ്പായി. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ലേ? ഉണ്ട്. അപ്പൊ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിലാണ് കൊടുത്താലേ കിട്ടൂ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. രണ്ടാമത്തത്, നിങ്ങൾ ഒരു കൈ ഒരാൾക്കും മറ്റേ കൈ വേറൊരാൾക്കും കൊടുത്തപ്പോ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടോ? കുറവാണ്. വെരി ഗുഡ്. നിങ്ങളെ കൂടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടോ? അയാൾക്കും കുറവാ. അപ്പൊ നിങ്ങൾ കൊടുത്തു എന്നൊരു പേര് പോരാ. ചില ആൾക്കാർ പറയും ഞാൻ എന്റെ മക്കളെ അങ്ങനെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ മക്കൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ക്വസ്റ്റ്യന്മാർക്കാണ്. ഭാര്യക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ക്വസ്റ്റ്യന്മാർക്കാണ്. നിങ്ങൾ നല്ലൊരു ബിസിനസ്സുകാരനാണ്, നിങ്ങൾ ബിസിനസ് എഫക്റ്റീവായി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? ഒരു ക്വസ്റ്റ്യന്മാർക്കാണ്. കാരണം നിങ്ങൾ കൊടുക്കുന്നത് ആരറിയണം? ഇപ്പൊ ഞാൻ ഒരു ആക്ടിവിറ്റി ചെയ്തു. ഒരു കൈ ഒരാൾക്ക് കൊടുക്കുന്നു. നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വൈഫ് അവിടുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, കാര്യം പറയാണ്. അവര് സാറ്റിസ്ഫൈഡ് ആകുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഒരു സമയം ഒരു മനുഷ്യന് 89 ഓക്കെ. ഗിവ് മീ വൺ മോർ സിംഗിൾ ക്ലാപ്പ്. One more. Okay, നമ്മുടെ സെഷൻ 7 minutes of happinessന്റെ അടുത്തൊരു ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അല്ലേ? ഓക്കെ, നിങ്ങൾ തൊട്ടടുത്ത് ഫേസ് ടു ഫേസ് നിന്നേ. തൊട്ടടുത്ത് ഷെയ്ക്കാൻ കൊടുത്ത് ഫേസ് ടു ഫേസ് നിന്നാ മതി. ഓക്കെ,
ഫൈൻ. ബാക്കിലൊക്കെ നിൽക്കുന്നുണ്ട് അല്ലേ? അയാളിപ്പോ എന്റെ മുറ്റത്ത് വണ്ടി കൊണ്ട് വെച്ചു ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഫ്രണ്ടിലാണ് ഫ്രണ്ട് അകത്ത് എല്ലാം വണ്ടി പാർട്ടി നമുക്ക് വണ്ടിയിൽ എടുക്കണ്ടേ നമ്മുടെ വണ്ടി എടുക്കണ്ടേ നിങ്ങൾ വെക്കണ്ടല്ല പറയുന്നത് നമുക്ക് നമ്മൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഇവിടെ തൊട്ടടുത്ത് സാറിന്റെ വീടോടെ ഞാൻ കൂടെ ഈ ഗ്രൗണ്ടിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഏതൊരു വീടിന്റെ ഗേറ്റിന് മുമ്പിൽ ആരും വണ്ടി പാർക്ക് ചെയ്യുന്നു. ആ അപ്പൊ അതൊന്ന് മാറ്റി കൊടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, ഓക്കെ. നിങ്ങൾ തൊട്ട് പാർട്ട്ണറിനെ കം ബാക്ക്, ഗിവ് മീ സിംഗിൾ ക്ലാപ്പ്. ഒറ്റ ക്ലാപ്പ്. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ പാർട്ട്ണർ കിട്ടിയിട്ടില്ലേ? അയാളെ മുഖത്തോട്ട് നോക്കി. അയാൾക്കൊന്ന് ഷെയ്ക്കാൻ്റെ കൊടുത്തു. ഇനി നിങ്ങളുടെ കയ്യില്, നിങ്ങളുടെ മുമ്പ് കയ്യിൽ നിങ്ങൾക്ക് ഒരു വിരലുണ്ടല്ലോ അല്ലെ? നിങ്ങൾ വിരല് കൊണ്ട് നിങ്ങളിൽ ഒരാൾ എയും ഒരാൾ ബിയും ആണെന്ന് വിചാരിക്കാം. ഇപ്പോ ഓക്കെ, ഇത് നിങ്ങൾ എ ഒരു ബി ആണെന്ന് വിചാരിക്കാം. ഞാൻ എ ആണ്, ഇയാൾ ബി ആണ്. ഞാൻ എന്റെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഇയാൾ ഇങ്ങനെ ചെരിയണോ? ജമ്പ് ചെയ്ത് ഇരുന്ന് ഇങ്ങനെ നിങ്ങൾക്ക് ഇയാളെ മാനേജ് ചെയ്യാം. റെഡി ആണല്ലോ? നല്ലൊരു സന്തോഷമല്ലേ കാണുമ്പോ? നിങ്ങൾ എ കൈ നോക്കിക്കേ. ഓക്കെ, ബി കൈ നോക്കിക്കേ. ഇനി നിങ്ങൾ എന്റെ സമയമാണ് ഇപ്പോ. നിങ്ങൾ വിരലുകൊണ്ട് ഇയാളെ നിങ്ങൾക്ക് എന്തും ചെയ്യിപ്പിക്കാം. ഓക്കെ, ഫൈൻ. അഗൈൻ ഞാൻ നിങ്ങൾക്കൊരു 3 സെക്കൻഡ് സമയം തരും. നിങ്ങൾ ചെയ്യേണ്ടത് അതേ ഹഗ് കണ്ടിന്യൂ ചെയ്യണം. നിങ്ങളെ കണ്ണുകൾ അടക്കണം. വളരെ സിമ്പിൾ ടാസ്ക് കേട്ടോ. റെഡി? ഓക്കെ, ഹഗ്. ഒന്ന് കണ്ണടച്ചേ. ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചേ. ഓരോ ശ്വാസത്തിലേക്കും ശ്രദ്ധിച്ചേ. ഓരോ ശ്വാസം എടുക്കുമ്പോൾ നിങ്ങളെ ചുറ്റും വരുന്ന ഓരോ ശബ്ദങ്ങളും ശ്രദ്ധിച്ചേ. ഈ ഓരോ ശബ്ദങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങളുടെ മനസ്സ് റിലാക്സ്ഡ് ആണ്. ചിന്തിച്ചേ. ഓരോ ശ്വാസം എടുക്കുമ്പോഴും നിങ്ങളുടെ മനസ്സ് പരിപൂർണമായും റിലാക്സ്ഡ് ആണ്. നിങ്ങളുടെ കുട്ടിക്കാലം ഓർമ്മിച്ചേ. നിങ്ങൾ ചെറുതായ സമയത്ത്, നിങ്ങൾ ചെറിയ കുട്ടിയായപ്പോൾ നിങ്ങളുടെ കുട്ടിക്കാലം ഓർമ്മിച്ചേ. നിങ്ങളുടെ കണ്ണുകൾ പരിപൂർണമായും അടച്ച്, ഹഗ് ചെയ്യാൻ ആളെ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കണ്ണുകൾ അടച്ചു നിന്നാൽ മതി. നിങ്ങൾ കണ്ണുകൾ അടച്ചു നിൽക്കുക. നിങ്ങളുടെ കുട്ടിക്കാലം ഓർമ്മിക്കുക. ക്ലോസ് യുവർ ഐസ് ആൻഡ് ഫോക്കസ് ഓൺ യുവർ ചൈൽഡ്ഹുഡ്, യുവർ സ്കൂൾ, യുവർ കോളേജ്, യുവർ ഫ്രണ്ട്സ്, നിങ്ങളുടെ കൂട്ടുകാര്, നിങ്ങളുടെ സുഹൃത്തുക്കളെ മുഖം എല്ലാം ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവരിക. ആ വളരെ മനോഹരമായ ഒരു കാലഘട്ടം ഒന്ന് ഓർമ്മിക്കുക. നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും മുഖം മനസ്സിലോട്ട് കൊണ്ടുവരിക. നിങ്ങൾ ഓരോ ശ്വാസം എടുക്കുമ്പോഴും അവരുടെ ഒരു സാന്നിധ്യം നിങ്ങളുടെ മനസ്സിൽ ഫീൽ ചെയ്യുക. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങൾക്കും അവര് കൂടെയുണ്ട് എന്നൊന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവരിക. അവർ നിങ്ങളെ തലയിൽ കൈവച്ച് നിങ്ങളോട് പറയുന്നുണ്ട്, മോനെ, മോളെ, നീ ഒറ്റയ്ക്കല്ല കേട്ടോ, നിന്റെ കൂടെ നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ. ആ ഒരു ഫീല് മാത്രം മനസ്സിലോട്ട് കൊണ്ടുവരിക. അവരുടെ പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ മനസ്സിലോട്ട് കൊണ്ടുവരിക. അവർ നിങ്ങളെ താലോലിച്ച മൊമെന്റുകൾ മനസ്സിലോട്ട് കൊണ്ടുവരിക. ആ കൈകൾ, ആ ഹൃദയം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ചിന്തിക്കുക. അവർ നമ്മുടെ കൂടെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഒരുപാട് ആയുസ് ഉണ്ടാവട്ടെ, ആരോഗ്യത്തോടു കൂടി ആയുസ് ഉണ്ടാവട്ടെ. അവർ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ അവർക്ക് സ്വർഗീയ സുഖങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. 3 മുതൽ 1 വരെ എണ്ണുമ്പോൾ കണ്ണുകൾ തുറക്കാം. 3, 2. ഓരോ ശ്വാസം എടുക്കുമ്പോഴും ഞാൻ റിലാക്സ്ഡ് ആണ് ചിന്തിക്കുക. 1, 0. Take a deep breath. നല്ല ശ്വാസം എടുത്തേ. എല്ലാവരും അടുത്തേക്ക് വന്നേ. Come closer. When I count, നമ്മൾ WHO കുഞ്ഞു കാര്യങ്ങളാണ് പറഞ്ഞു അല്ലേ? കുഞ്ഞു കാര്യങ്ങളാണ് പറഞ്ഞു. ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കി, നമ്മുടെ സ്നേഹം ആരുടെ കയ്യിലാണ്? നമ്മുടെ കയ്യിലാണ്. അതിന് നിങ്ങൾ എലാബറേറ്റ് എങ്ങനെയാണ്? നമ്മൾ കൊടുക്കുമ്പോൾ അത് നമുക്ക് തിരിച്ചു കിട്ടണം. കൊടുക്കാൻ നമുക്ക് അറിഞ്ഞിരിക്കണം.
ഗാരി ചാപ്മാന്റെ 5 ലാംഗ്വേജസ് എന്ന പുസ്തകമുണ്ട്, നിങ്ങൾ എല്ലാവരും ഒന്ന് വായിക്കുക. നമ്മുടെ കുട്ടികളുടെയും സൊസൈറ്റിയുടെയും 5 തരത്തിലുള്ള സൈക്കോളജിക്കൽ ലാംഗ്വേജ് പഠിക്കുക. രണ്ടാമത് നിങ്ങൾ ചെയ്തു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ ഒരു സമയം മൾട്ടിപ്പിൾ ആക്ഷൻസ് നമ്മൾ ചെയ്യാൻ പോയത് ഒന്നിലും സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല, ആരെയും നിങ്ങൾക്ക് ഇംപ്രസ് ചെയ്യാൻ സാധിക്കില്ല. മൂന്നാമത്തെ ആക്ഷൻസിലൂടെ നിങ്ങൾ ചെയ്തത് നമ്മൾ ഒറ്റക്കല്ല എന്നൊരു ഫീലിംഗ് ആണ് നിങ്ങൾ ആർക്ക് കൊടുക്കേണ്ടത്? നമ്മുടെ കുട്ടികൾക്കും വലിയവർക്കും മൂത്താളുകൾക്കും എല്ലാവർക്കും. ആര് പഠിക്കണം? ആര് പഠിക്കണം? നിങ്ങൾ പഠിക്കുക, കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രം പറയും. ഇതിൽ സ്പാർക്കായിട്ടില്ല, ഇതിന്റെ കൂടുതൽ നിങ്ങൾ പഠിക്കാമെന്ന് മാത്രം പറയുന്നു. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി ബഹുമാനമായ ചെയർപേഴ്സൺ അവർ വൈസ് ചെയർമാൻ, അതുപോലെ എല്ലാവർക്കും മഞ്ചേരി നഗരസഭയുടെ പേരിൽ അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ പരിപാടികൾക്കും ഏത് പരിപാടി അറിയിച്ചാലും നിസാം ട്രാവൽസ് ഞാൻ മഞ്ചേരി നഗരസഭയുടെ പേരിലും ടെക്സാന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സുജിത്ത അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ട മഞ്ചേരി നഗരസഭയുടെ സുജിത്ത അംബാസിഡറായ ശ്രീ ഷാനവാസ് അവർക്കും നഗരസഭയുടെ പേരിലും ടെക്സാന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജി പറഞ്ഞതുപോലെ ഈ മെക്സവൻ മാത്രമല്ല കേരളത്തിലും ഒരു പ്രോത്സാഹനമായി എല്ലാവർക്കും ഒരു ഈ സൗണ്ടിൽ പറഞ്ഞാൽ ക്ലിയർ ആവില്ല, ആ കഴിയണം. പങ്കെടുത്ത മെക്സവന്റെ എല്ലാ അംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ നഗരസഭയിലെ എല്ലാ ജീവനക്കാർക്കും കൗൺസിലേഴ്സിനും എല്ലാവർക്കും പൊതുജനങ്ങൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാലഞ്ചിന്റെ കുട്ടികളല്ലേ, നല്ലൊരു സംഭവമാണല്ലോ ഇവർക്ക്. ദേശീയപാലത്തിനെ ആദരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിപാടി തുടക്കം കുറിക്കാൻ തന്നെ കാരണം ഞാൻ കാരാപൂരിൽ പോയതാണ് സത്യം. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. നഗരസഭക്ക് മറക്കാൻ കഴിയില്ല, ഒരിക്കലും കാരാപൂർക്കാരെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇപ്പോഴും കാരാപൂർക്കാർ തന്ന എനർജി ആണ് ഇതിനെല്ലാം കാരണം. അത് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. വീട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെല്ലി മെന്റലി ചാലഞ്ചാണ് ഫുള്ള്. നിങ്ങളും ചെല്ലി ഒന്ന് ചെല്ലി സെമീസ് നിങ്ങൾ രണ്ടവിടെ ഒന്ന് ചെല്ലി. ഷാബീസ് നിങ്ങൾ പരിചയമില്ല, ഇതിന്റെ ജ്യേഷ്ഠന്റെ മരുവനാണ്. INLന്റെ യൂത്ത് വിങ് ജനറൽ സെക്രട്ടറി ആണ്. ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. എന്താ ചെല്ലി, സൈക്കോളജിസ്റ്റ് ആണ്. ഒന്ന് ബാപ്പു ചെന്നോട് ഒരു കവിത ഓൽക്ക്. കുട്ടികൾ മെന്റലി ചാലഞ്ചഡാ. ബൈറ്റാ മെക്സെവൻ എന്നാൽ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ 7. യോഗയും എയറോബിക്കും ഫിസിയോതെറാപ്പിയും ഡീപ്പ് ബ്രീത്തിങ്ങും അക്യുപ്രഷറും മെഡിറ്റേഷനും മസാജിങ്ങും അടങ്ങിയ 7 ഇനം വ്യായാമങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത 21 വ്യായാമങ്ങളെ 21 മിനിറ്റിൽ പൂർത്തിയാക്കി നിങ്ങളെ ശരീരത്തെ മസിലുകളെ ശക്തിപ്പെടുത്തുകയും മാനസികമായി നിങ്ങൾക്ക് യുവത്വം തിരിച്ചു നൽകുകയും ചെയ്ത് ശരീരത്തെയും മനസ്സിനെയും റീജുവനേറ്റ് ചെയ്ത് നിങ്ങളെ യുവത്വത്തിലേക്ക് നയിക്കുന്ന ജീവിതശൈലി രോഗങ്ങളായ പ്രഷറും പ്രമേയവും കൊളസ്ട്രോളും മൈഗ്രെയിനും മറ്റ് അസുഖങ്ങളും ഒക്കെ മാറാൻ സഹായിക്കുന്ന സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി ചേർത്ത് നിർത്തുന്ന ലോകത്തിന് പ്രിയപ്പെട്ട ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാർ സമ്മാനിച്ച ഒരു വരദാനമാണ് മെക്സെവൻ. ആർക്കും എവിടെയും എപ്പോഴും ജാതി മത രാഷ്ട്രീയ സംഘടനാ വ്യത്യാസമില്ലാതെ പ്രാക്ടീസ് ചെയ്യാവുന്ന, അതിന് പെർമിഷൻ നൽകിയിട്ടുള്ള സൗജന്യ വ്യായാമ സംവിധാനമാണ് മെക്സെവൻ. അതാണ് ലോകത്തിന് നൽകുന്ന ഏറ്റവും മഹത്തായ ആരോഗ്യ സന്ദേശം. നിലവിൽ 1000-ഓളം സെന്ററുകൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദിനേന എന്നോണം വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇത്
ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫീഡ്ബാക്കുകളാണ് കാര്യമായിട്ട് മെക്സവനെ ഇത്രയും വലിയ ഒരു പ്രചാരണത്തിലേക്ക് പോകാൻ സഹായിച്ചിട്ടുള്ളത്. ആയിരക്കണക്കിന് ഫീഡ്ബാക്കുകൾ നിങ്ങൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. വിവിധ ജീവിതശൈലി രോഗങ്ങൾ കാരണം ആയിരക്കണക്കിന് രൂപയുടെ മരുന്ന് കുടിക്കുകയും തൻ്റെ ജീവിതം ഒരു മുറിയിലേക്ക് ഒതുക്കുകയും ചെയ്യേണ്ടി വന്നിടത്ത് നിന്ന് ഒരിക്കലും മാറില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ അസുഖങ്ങൾ മാറിയ ഫീഡ്ബാക്കുകൾ, അങ്ങനെ കണ്ണിന് കാഴ്ചശക്തി കൂടിയ ഫീഡ്ബാക്കുകൾ, അങ്ങനെ മാനസിക ഉല്ലാസം വഴി ശാരീരിക വ്യായാമം വഴി കിട്ടുന്ന നേട്ടങ്ങളെ സംഗ്രഹിച്ച് ഇതിൻ്റെ ഗുണമറിഞ്ഞുകൊണ്ട് ജനം ഏറ്റെടുക്കുന്ന അവസ്ഥയാണ് ഈ മഞ്ചേരിയിലടക്കം ലോകത്തെല്ലായിടത്തും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വളർച്ചയ്ക്കിടയിൽ കാണുന്ന ഈ ദോഷൈക ദൃഷ്ടികളെ കുറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലേക്ക് വന്നിട്ടുള്ളവർക്ക്, മെക്സവനിൽ പങ്കെടുത്തിട്ടുള്ളവർക്ക് ഒരു വിമർശനവും ഇല്ല. പിന്നെ മുന്നിലാര് പിന്നിലാര് എന്ന ചോദ്യത്തിന് മെക്സവന് മുന്നിലേ ആളുകളുള്ളൂ, മെക്സവന്റെ പിന്നിൽ ആരുമില്ല. ചെയ്യുന്നവരും മുന്നിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു, അതിന്റെ നേതൃത്വവും മുന്നിലേക്ക് ജനങ്ങളിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു. തുറന്ന പുസ്തകത്തിനുള്ളിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാൻ അവർക്ക് എന്തെങ്കിലും ഒരു കാരണമോ പബ്ലിസിറ്റിക്കപ്പുറത്തേക്ക് പൊതുജനം മനസ്സിൽ ഇടം പിടിക്കുകയും യാതൊരുവിധ ഒളിച്ചുകടത്തലുകളും ഇല്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഒഴുകി വരികയും ചെയ്യുമ്പോൾ ആരോഗ്യകരമായ ഒരു റിസൾട്ടിന്, ഒരു സംസ്കാരം ലോകത്തിന് സമർപ്പിക്കാൻ ഇതിൻ്റെ പിന്നിലുള്ള ഇതിൻ്റെ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാറിനും ടീമിനും സാധിച്ചു എന്നതും എല്ലാ നാട്ടിലെയും ജനങ്ങൾ ജാതി മത സംഘടനാ വ്യത്യാസമില്ലാതെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി എന്നതുമാണ് ഇതിൻ്റെ വിജയം. മറ്റ് താല്പര്യങ്ങളൊന്നുമില്ല. എല്ലാവരും ആരോഗ്യമുള്ളവരായിരിക്കുക, സന്തോഷമുള്ളവരായിരിക്കുക. നിന്റെ സഹോദരൻ ഏത് മതക്കാരനാവട്ടെ ജാതിയാവട്ടെ, അവൻ്റെ സിരകളിൽ ഓടുന്ന രക്തം നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ഗ്രൂപ്പ് ശരിയാണ്, നിന്റെ ജീവരക്തമാണ്. അപ്പോൾ രക്തം കൊണ്ട് ഐക്യപ്പെടാമെങ്കിൽ മനസ്സുകൊണ്ടും എന്തുകൊണ്ട് ഐക്യപ്പെട്ടുകൂടാ? അതാണ് സന്ദേശം. ഇതിനുള്ളിൽ ഒളിച്ചു കടത്തലുകളില്ല, രഹസ്യമില്ല. ഇത് 1.5 മണിക്കൂർക്കാണ്. ഇടയുമെനിക്കൊരു വീടുണ്ട്, ഞാനുമുണ്ട്, എഴുതി മുഴുമിക്കാത്ത കവിതയും, കാണുവാനുഴറുന്ന നല്ല മനുഷ്യരും, അവരൊത്തു നുകരാൻ കൊതിക്കുന്ന വാടിന്റെ നിത്യമധുരമാം മൊഴികളും, അറയറ്റ നോട്ടവും പതിരറ്റ മൊഴികളും, എവിടെയും എനിക്കൊരു വീടുണ്ട്, ഞാനുമുണ്ട്, എഴുതി മുഴുമിക്കാത്ത കവിതയും. ഇതാണ് മെക്സവൻ. നമ്മൾ എവിടെ ചെല്ലും, നിങ്ങളെ പേരും കൂടി ഒന്ന് പറയാം. ബാപ്പു തേഞ്ഞിപ്പുറം. തരിയെടുത്താവി പാറുന്ന പൊടിയരിക്കഞ്ഞിയിൽ തൂവിപ്പതുക്കെ പറയുന്നു മുത്തശ്ശി, ഉപ്പു ചേർത്താലേ രുചിയുള്ളു കഞ്ഞിയിൽ, ഉപ്പു ചേർത്താലേ രുചിയുള്ളു കഞ്ഞിയിൽ, ഉപ്പു തരി വീണലിഞ്ഞു മറഞ്ഞു മട്ടിലിൻ മുന്നിനിൻ മുത്തശ്ശിയും നിന്ന നിൽപ്പിൽ ഒരു നാൾ മറഞ്ഞു പോമെങ്കിലും നിന്നിലെ ഉപ്പായിരിക്കും ഈ മുത്തശ്ശി എന്നും. ഇങ്ങനെ അലിവുള്ള നമ്മളെ പ്രവർത്തനങ്ങൾ പോവാം. അതിൽ നമ്മൾ എളുപ്പമാക്കാനും വേണ്ടിയാണ് പിന്നെ 9 ഏരിയകളായിട്ട് തിരിച്ചിട്ടുള്ളത്. അതേമാതിരിക്ക് ഒരു പുതിയ യൂണിറ്റ് 6 ഇടുകയാണെങ്കിലും ആ ഏരിയ